നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ കാമദേവൻ പ്രദ്യുമ്നായിട്ട് ജനിച്ച കഥ പറഞ്ഞു. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് കാമദേവന് നഷ്ടപ്പെട്ട ശരീരം തിരിച്ചു കിട്ടിയതെന്ന് പറയുണ്ടായി. അപ്പോൾ ഈ കഥ ബ്രഹ്മാവ് വ്യാസമഹർഷിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു. ശേഷൻ, അതായത് ആദിശേഷൻ, 6 അക്ഷരമുള്ള മന്ത്രം കൊണ്ട് ഗണപതി ഭഗവാനെ ആരാധിച്ചതുപോലെ കാമദേവൻ ആരാധിച്ചില്ല. അതുകൊണ്ട് കാമദേവൻ തപസ് ചെയ്ത സ്ഥലത്ത് മോദകങ്ങൾ പോലെയുള്ള ഉരുളങ്കല്ലുകൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ അതിൽ നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ എന്തെങ്കിലും വേറൊരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സതിൽ പോയി കൊടുക്കും. ഉടനെ തന്നെ വ്യാസമഹർഷി ചോദിച്ചു, അല്ല ആ കഥ പറഞ്ഞില്ലല്ലോ, ഈ ശേഷൻ എപ്പോഴാ ഗണപതി ഭഗവാനെ ആരാധിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു കഥ. ഒരിക്കൽ മഹാദേവൻ ശ്രീപാർവതിയോടൊപ്പം ഒരു കുന്നിൻ്റെ പരിസരത്ത് ഇരിക്കുകയായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം, നല്ല വൃക്ഷങ്ങളും ജലാശയങ്ങളും ഒക്കെ ഉള്ള അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഹിമാലയത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, ഹിമാലയത്തിൻ്റെ ആ കടുത്ത മഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ അത്രയും മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളാണ്. പുൽമേടുകളും പൈൻമരങ്ങളും ഒക്കെയുള്ള മനോഹരമായിട്ടൊരു സ്ഥലം, അരുവികളൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഭഗവാൻ വളരെ റിലാക്സായിട്ട് അമ്മയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അനവധി ഗന്ധർവന്മാരും ദേവന്മാരും കിന്നരന്മാരും ഒക്കെ വന്നിട്ട് ഭഗവാനെ നമസ്കരിച്ച് അവരൊക്കെ അവിടെ ഒരു സഭയായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഭഗവാൻ പറയണ ആ നല്ല കാര്യങ്ങളൊക്കെ കേട്ട് അവരവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഭഗവാൻ വ്യാഘ്രചർമ്മം ധരിച്ചിട്ടുണ്ടായിരുന്നു, ത്രിശൂലം പിടിച്ചിട്ടുണ്ട്. ദേവന്മാരൊക്കെ അദ്ദേഹത്തിനെ പൂജിക്കുകയായിരുന്നു. ആ കാലത്ത് ആദിശേഷൻ ഭഗവാന്റെ ശിരസ്സിലാണ് അത്രേ താമസിച്ചിരുന്നത്. നമ്മൾ സാധാരണ വൈകുണ്ഠവാസിയായിട്ടാണല്ലോ ശേഷനെ പറയുക. ശേഷൻ, ഗണേശപുരാണം പറയണത് ആ കാലത്ത് മഹാദേവൻ്റെ ജടയിലായിരുന്നു ശേഷൻ ഇരുന്നിരുന്നതെന്നാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മേലെ ഇരുന്ന് നോക്കുമ്പോൾ ശേഷന് തോന്നി എല്ലാവരും എന്നെ നമസ്കരിക്കണമെന്ന്. ശിവൻ്റെ ജടയിലിരുന്നിട്ട് താഴോട്ടേക്ക് നോക്കിയപ്പോൾ അതേ അപ്സരസുകൾ നമസ്കരിക്കണം, ദേവന്മാർ നമസ്കരിക്കണം, ലോകത്തിലുള്ള സകല ആൾക്കാരും തന്നെ നമസ്കരിക്കണം. അങ്ങനെ മഹാദേവനാണെങ്കിൽ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും നമസ്കരിക്കേണ്ട. അപ്പോൾ ഈ ഉണർന്നിരുന്നിട്ട് ഇത് കാണുന്നത് ശേഷനാണ്. അപ്പോൾ ശേഷന് തോന്നി ഞാനൊരു സംഭവമാണ്, ഞാൻ കേമനാണ് എന്ന് തോന്നി. എൻ്റെ ആ ഭഗവാന്റെ ശിരസിലിരിക്കണ എനിക്കാണ് ഭൂമിയെ താങ്ങാനുള്ള കഴിവൊക്കെ ഉള്ളത്. മാത്രമല്ല എൻ്റെ വംശത്തിൽ പറന്നിട്ടുള്ള എൻ്റെ അനിയൻ തന്നെയായിട്ടുള്ള വാസുകിയാണല്ലോ പാലാഴിമഥന സമയത്ത് കടകോലായിട്ട് കയറായിട്ട് ഉപയോഗിക്കപ്പെട്ടത്. മാത്രമല്ല അന്ന് അമൃതിൻ്റെ കുറച്ച് അംശം താനും കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തനിക്ക് അമരത്വമൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പല വിധത്തിൽ നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ തള്ളി തള്ളി പൊക്കുമല്ലോ തന്നെ സ്വയം. ചില സമയത്ത് ഞാൻ്റെ ഒരു സംഭവമാണ്, ഞാനത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെൽഫായിട്ട് ഇങ്ങനെ പ്രൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഭഗവാൻ ആ സമയത്ത് ധ്യാനത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ശേഷൻ മനസ്സിൽ ആലോചിക്കുന്നത് മഹാദേവന് മനസ്സിലായി. അദ്ദേഹം കൈകൊണ്ട് അങ്ങനെ എടുത്ത് അഴിച്ചങ്ങോട്ട് എടുത്തിട്ട് 4 അടി അടിച്ചു നിലത്ത്. തല സർപ്പത്തിൻ്റെ ആ തല അടിച്ചപ്പോൾ, ആദ്യത്തെ തവണ അടിച്ചപ്പോൾ 5 തലയായിരുന്നു ആ കാലത്ത് അദ്ദേഹത്തിന്. അത് ഓരോന്നും 10ആയി. അപ്പോൾ 500 തലയായിട്ട് അത് പിളർന്നു. വീണ്ടും ഒരു പ്രാവശ്യം അടിച്ചപ്പോൾ 1000 തലയുള്ള സർപ്പമായിട്ട് മാറി. പക്ഷേ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയായി ഓൾമോസ്റ്റ്. അപ്പോൾ പശ്ചാത്തപിച്ചിട്ട് കിടന്ന് കരഞ്ഞു. ഞാനിപ്പോൾ ഭൂമിയിൽ തല തകർന്ന് കിടക്കുന്ന അവസ്ഥയായല്ലോ, എന്നെ ആരാ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ എല്ലാവരെയും രക്ഷിക്കാൻ വരുന്ന ഒരാളുണ്ട്, നാരദ മഹർഷി. അദ്ദേഹം ആ വഴിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ വിഷയമൊക്കെ പറയണതിന് മുമ്പ് തന്നെ നാരദനാ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലായി ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പാണ് ഇതിനൊക്കെ കാരണം. ഇങ്ങനെ പല മഹാത്മാക്കൾക്ക് എന്താ പറയുക, വലിയ വലിയ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണാം. ഇടയ്ക്ക് ഭഗവാൻ ഇങ്ങനെ എടുത്ത് 4 അടി കൊടുക്കുമ്പോൾ അവിടെ പല കഷ്ണമായിട്ട് കിടക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ എക്സ്പെർട്ടാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ അങ്ങനെ എന്താണ് ശേഷന് സംഭവിച്ചത് എന്ന് മഹർഷി എന്നാലും ഒന്നും അറിയാത്ത പോലെ ശേഷൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ ശേഷൻ പറയും, ഉണ്ടായ കാര്യമൊക്കെ പറയും, അങ്ങനെ സങ്കടമൊക്കെ പറയും. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, ഞാനിങ്ങനെ വെറുതെ ഒന്ന് ആലോചിച്ചപ്പോഴേക്കും ഭഗവാൻ എന്നെ എടുത്തിട്ട് 4 അടിയടിച്ച് ഈ അവസ്ഥയാക്കി എന്ന് പറഞ്ഞു. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എനിക്ക് ജീവൻ തന്നെ പോണ അവസ്ഥയിലാണ് എൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഗണേശനെ ആരാധിക്കാനുള്ള 6 അക്ഷരമുള്ള മന്ത്രം, ഷഡക്ഷര മന്ത്രം പറഞ്ഞു തരാം. അദ്ദേഹത്തിനെ ആരാധിച്ചാൽ ഇന്ദ്രാദികളൊക്കെ അവരവരുടെ കൃത്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുന്നത് പോലെ തന്നെ ലോകത്തിൽ ഓരോ ദേവനും ഓരോ ധർമ്മം പറഞ്ഞിട്ടുണ്ട്, നമുക്കും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ പർപ്പസ് ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ. അങ്ങനെ പർപ്പസ് ഇല്ലാത്ത ഒന്നും
ഈ പ്രകൃതിയിലില്ല. പർപ്പസ് ഇല്ലാത്തതാണെങ്കിൽ അത് പിന്നെ പ്രകൃതിയിൽ അവശേഷിക്കില്ല. അപ്പം അതേപോലെ തന്നെ നിനക്കും നിൻ്റെ ഭാഗധേയം നിർവഹിക്കാനുള്ള കഴിവുണ്ടാവും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപാസിച്ചോളൂ, പ്രവർത്തികളൊക്കെ ചെയ്യാനുള്ള കാര്യശേഷിയും വരും. ഇത് വിധിവണ്ണം ജപിച്ചു കഴിഞ്ഞാൽ ഗണപതി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് രക്ഷ നൽകുമെന്ന് പറഞ്ഞു. നാരദൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് ശേഷൻ കഴിഞ്ഞും വലിഞ്ഞുമൊക്കെ ആ മന്ത്രം ജപിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കാൻ ഒരു ഒഴിഞ്ഞ സ്ഥാനത്തേക്ക് മെല്ലെ പോയി. അവിടെ ഇരുന്ന് 1000-ലധികം വർഷം ഗണപതിയുടെ ഈ മന്ത്രം ജപിച്ചിട്ട് സിദ്ധി വരുത്തി. ആ സമയത്ത് സിദ്ധിയായ സമയത്ത് മണിനാദങ്ങളും ശംഖനാദമൊക്കെ കേട്ടു. നോക്കുമ്പോൾ ഗജമുഖനായിട്ടുള്ള ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന കണ്ടു. ഭഗവാന്റെ ദിവ്യരൂപം കണ്ടിട്ട് ഗണേശനെ നാനാവിധ നാമങ്ങളെ കൊണ്ടും സ്തുതികളെ കൊണ്ടും സ്തുതിച്ചു. അങ്ങനെ ഭഗവാന്റെ അവദാനങ്ങളൊക്കെ കീർത്തിച്ചു കഴിഞ്ഞപ്പോൾ ശേഷന് ഗണപതി ഭഗവാൻ 1000 പത്തികൾ, നല്ല ആരോഗ്യമുള്ള 1000 തലകൾ കൊടുത്തു. ചതഞ്ഞ തലയല്ല, പിളർന്ന തലയല്ല, ആരോഗ്യമുള്ള പത്തികൾ കൊടുത്ത് ഓരോ ശിരസിലും കൈവച്ചു അനുഗ്രഹിച്ചു. തുമ്പിക്കൈ കൊണ്ട് തലോടി അദ്ദേഹത്തിന് ജീവൻ ശക്തി കൊടുത്തു. എന്നിട്ട് തൻ്റെ വിരാട് രൂപം കാണിച്ചു കൊടുക്കുന്നത് ഇവിടെ വായിച്ചു. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വിരാട് രൂപം ഒന്നും അധികം വർണ്ണിക്കാൻ സമയമില്ല. ശേഷന് തൻ്റെ യഥാർത്ഥ സ്വരൂപം ബ്രഹ്മസ്വരൂപം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. അത് മാത്രമല്ലാതെ ഭൂമിയെ താങ്ങി രക്ഷിക്കാനായിട്ട് ശേഷന് പാതാളത്തിൽ വസിക്കാനായിട്ടൊരു സ്ഥാനവും കൽപ്പിച്ചു. അതുകൂടാണ്ട് ധരണീധരൻ എന്നുള്ളൊരു നാമവും, ധരണിയെ ധരിക്കുന്നവൻ എന്നൊരു നാമവും ശേഷന് കൊടുത്തു. ഇതിന് കൂടാണ്ട് നീ എല്ലാ കാലത്തും എൻ്റെ പൊക്കിളിനെയും വയറിനെയും ചുറ്റിക്കിടക്കുന്ന ഒരാഭരണമായിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് തൻ്റെ വയറ്റിൻ്റെ ചുറ്റും എടുത്തിട്ട് കെട്ടുകയും ചെയ്തു. ഇന്നും ഗണപതിയുടെ കുടവയറിൻ്റെ മുകളിൽ ഒരു പാമ്പിനെ നമുക്ക് കെട്ടിയതായിട്ട് കാണാൻ പറ്റും. ഈ വിധത്തിൽ ശേഷൻ ഇങ്ങനെയൊക്കെയാണ് പൂജിച്ച് വ്യാസ ഗണപതിയെന്ന് പറഞ്ഞിട്ട് ആ കഥ അവസാനിപ്പിച്ചു. അപ്പോൾ വ്യാസം പറഞ്ഞു, ഇനി വേറൊരു കഥ പറയൂ, കൊച്ചുകുട്ടികൾ എങ്ങനെയാണല്ലോ, ഒരു കഥ കൂടെ എന്ന് പറഞ്ഞ മാതിരി വ്യാസമഹർഷി ബ്രഹ്മാവിനോട് പറഞ്ഞു, ഒരു കഥ കൂടെ മുത്തശ്ശ എന്ന് പറഞ്ഞു. അപ്പോൾ പിതാമഹ എന്ന് പറഞ്ഞാൽ മുത്തച്ഛ എന്നാണല്ലോ. അപ്പോൾ ഒരു കഥ പറയാണ്. ഒരിക്കലും പ്രളയകാലം വന്ന സമയത്ത് ഗണപതി ഭഗവാൻ എൻ്റെ അടുത്ത് വിവിധങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള സൃഷ്ടികർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൽപ്പിച്ചു. അപ്പം ഞാൻ എന്താ ചെയ്ത്, എൻ്റെ മനസ്സിന്ന് 7 മാനസപുത്രന്മാരെ സൃഷ്ടിച്ചു. എന്നിട്ട് അവരുടെ അടുത്തൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു. ആരൊക്കെയായിരുന്നു 7 പേര്? കാശ്യപൻ, ഗൗതമൻ, ജമദഗ്നി, വസിഷ്ഠൻ, ഭരദ്വാജൻ, അത്രി, വിശ്വാമിത്രൻ. ഒരു കാലഘട്ടത്തിലെ സപ്തഋഷികൾ അവരാണ്. അപ്പോൾ സപ്തഋഷികൾ മാറിക്കൊണ്ടിരിക്കും. ഓരോ കൽപ്പത്തിലും മാറ്റങ്ങളുണ്ട്. ചിലവർ പറഞ്ഞു യുഗങ്ങളിൽ തന്നെ മാറ്റങ്ങളുണ്ടെന്ന് പറയുന്നു. ഇപ്പോഴുള്ള സപ്തഋഷികളുടെ ഗ്രൂപ്പായിരിക്കില്ല അടുത്ത കാലത്ത് സപ്തഋഷികളുടെ ഗ്രൂപ്പായിട്ട് മാറുക. അതൊരു കലക്ഷനാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, അഗസ്ത്യൻ ഒരാളല്ല. അഗസ്ത്യൻ എന്നുള്ളതൊരു പദവിയാണ്, അതൊരു നാമധേയം, ടൈറ്റിലാണ്. ആ അഗസ്ത്യ പദവിയിൽ വരുന്ന ആരും അഗസ്ത്യനാവാം. വസിഷ്ഠൻ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ അനവധി വസിഷ്ഠന്മാരുണ്ട്. മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ ഋഷിയായിട്ടുള്ള വസിഷ്ഠനല്ല ശ്രീരാമസ്വാമിയുടെ കാലത്ത് ദശരഥൻ്റെ ഗുരുവായിട്ടുള്ള വസിഷ്ഠൻ. ആ വസിഷ്ഠനല്ല വിശ്വാമിത്രനുമായിട്ട് യുദ്ധം ചെയ്തിരുന്ന വസിഷ്ഠൻ. അങ്ങനെ അനവധി വ്യത്യാസങ്ങളുണ്ട്. വിശ്വാമിത്രനും തന്നെയും അനവധി വിശ്വാമിത്രന്മാരുണ്ട്. അതിൽ ഗായത്രി മന്ത്രത്തിൻ്റെ ദ്രഷ്ടാവായിട്ടുള്ള വിശ്വാമിത്രനെ നമ്മൾ ഗാധിയുടെ പുത്രൻ വിശ്വാമിത്രൻ എന്നാണ് പറയുക. അതുകൊണ്ട് അതിൻ്റെ ഋഷി ഛന്ദസ് ദേവത പറയുമ്പോൾ ഗാധിനോ വിശ്വാമിത്ര ഋഷി എന്നാ പറയുക, ഗാധിയുടെ പുത്രൻ എന്ന് പറയും. ഇതേപോലെ തന്നെയാണ് ഇവൻ ശാസ്താവ് എന്ന വാക്ക് പോലും. ശാസ്താവ് വിസ്തരിക്കാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ടാണ്. അതൊരു പദവിയാണ്. ശിവൻ ഒരു പദവിയാണ്. അതിലെത്തുന്ന ആരും ശിവനാണ്. ശാസ്താവിലേക്ക് എത്തുന്ന ഏത് യോഗിയും ഒരു സ്ഥാനത്തേക്ക് ആ എത്തുന്ന ആളെ പഴയ കാലത്ത് വിളിച്ചിരുന്ന വാക്കാണ്, അല്ലെങ്കിൽ പദവിയുടെ പേരാണ് ശാസ്താവ്. ഇന്ന് അത് നമുക്ക് ഒരാളായിട്ട് മാറി എന്നുള്ളതാണ് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കാണ്ട പോണതിൻ്റെ അടിസ്ഥാനം. എന്താണെങ്കിലും ഈ പറയുന്ന പുത്രന്മാരെയൊക്കെ സൃഷ്ടിച്ചു, മറ്റ് സൃഷ്ടികർമ്മങ്ങൾക്ക് നിയോഗിച്ചു. അവരിൽ വെച്ച് ഏറ്റവും മിടുക്കനും ബുദ്ധിമാനും എൻ്റെ മൂത്ത മാനസപുത്രനായിട്ടുള്ള കാശ്യപനായിരുന്നു. ആ കാശ്യപ മഹർഷി ഇതിനായിട്ട് ആദ്യം നിയോഗിക്കപ്പെട്ടു സൃഷ്ടിക്കായിട്ട്. അദ്ദേഹം ഗണേശൻ്റെ ഏകാക്ഷരമന്ത്രം ഗം എന്നുള്ള ബീജത്തെ 1000 ദിവ്യവർഷങ്ങൾ, ദിവ്യവർഷിച്ച ദേവന്മാരുടെ വർഷം എന്നർത്ഥം. ദേവന്മാരുടെ വർഷം, നമ്മുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസമാണ്. അപ്പോൾ അത് ഇൻറ്റു 365. അപ്പോൾ നമ്മുടെ 365 കൊല്ലാണ് ദേവന്മാരുടെ ഒരു കൊല്ലം. അങ്ങനെ 1000. അപ്പം 3,65,000 മനുഷ്യവർഷം തപസ് ചെയ്തു കശ്യപൻ. എന്നിട്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി. ദിവ്യാസ്ത്രങ്ങളും അതുമാതിരി ദിവ്യമായിട്ടുള്ള ആയുധങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ആ ഗണപതി ഭഗവാൻ കശ്യപൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കശ്യപനും അനവധി സ്തോത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഭഗവാനെ ആരാധിച്ചു. ഭഗവാൻ സന്തുഷ്ടനായി. അനവധി തരം സൃഷ്ടികർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവ് തനിക്ക് തരണം എന്ന് പറഞ്ഞു. മനുഷ്യ ശരീരമാണെങ്കിലും കശ്യപൻ്റെ സന്തതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈവിധ്യമാണ്. നമ്മൾ കരുതുന്ന മാതിരി മനുഷ്യരൂപത്തിലുള്ളവരെ മാത്രമല്ല കശ്യപൻ സൃഷ്ടിച്ച്.
അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള സകല 33 കോടി ദേവന്മാരും. അതുപോലെ മഹാബലി തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ പ്രഹ്ലാദൻ, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷനൊക്കെ തുടങ്ങിയിട്ടുള്ള അസുരവംശത്തിൻ്റെ പരമ്പരകൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ മക്കളാണ്. അദ്ദേഹത്തിൻ്റെ മക്കളാണ് സർപ്പങ്ങൾ, അദ്ദേഹത്തിൻ്റെ മക്കളാണ് അരുണൻ, ഗരുഡൻ, പക്ഷികളിലൊക്കെ. ഇങ്ങനെ അദ്ദേഹം നാനാജാതികളെയും പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുന്നതിൽ വ്യാപൃതനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കഴിവുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയത് ഗണപതിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ഈ കഴിവുകൾ, നാനാതരം സൃഷ്ടികൾ ചെയ്യാനുള്ള കഴിവ് കിട്ടണമെന്നാണ് പ്രാർത്ഥിച്ചത്. അത് ഭഗവാൻ കൊടുക്കുകയും ചെയ്തു. തൻ്റെ വാസസ്ഥാനത്തേക്ക് അദ്ദേഹം പോയി സൃഷ്ടിയിലേർപ്പെട്ടു. ഭഗവാൻ അന്തർധാനം ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ കശ്യപനൊരു സുഖല്യായ്മ, മനസ്സിനൊരു സമാധാനമില്ല. കാര്യം എന്നൊക്കെ പറഞ്ഞാലും വരമൊക്കെ മേടിച്ചു. നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോയി കാര്യമൊക്കെ നടന്നു തിരിച്ചു വന്നാലും എന്തോ ഒരു അതൃപ്തി ചിലപ്പോൾ തോന്നും. അതേപോലെ അദ്ദേഹത്തിനൊരു മനസ്സമാധാനം ഇല്ലാണ്ടായി. നിത്യം ആലോചിച്ചിട്ട് എന്താ കാര്യമൊന്നും കിട്ടുന്നില്ല, ഒരു ഉദാസീനത, ഒന്നും പ്രവർത്തിക്കാൻ വരുന്നില്ല. പറയാൻ വരമൊക്കെ കിട്ടി. ആണ് ഭഗവാനെ കണ്ടാൽ പോലും ചിലപ്പോൾ നമുക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെന്താണെന്നുള്ളത് മനസ്സിലായില്ല. അന്നന്നത്തെ രാവിലത്തെ നിത്യകർമ്മങ്ങൾ പോലും അദ്ദേഹം ശരിക്കും ചെയ്യാണ്ടായി. പിന്നെയല്ലേ മറ്റ് നൈമിത്തികവും കാര്യമായിട്ടുള്ള കർമ്മങ്ങൾ, അതായത് നമ്മൾ എന്നും ചെയ്യേണ്ട കർമ്മങ്ങൾ, പുണ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങൾ, കടമയായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ, ഇങ്ങനെയൊക്കെ പലതരം കർമ്മങ്ങളുണ്ട്. ഇതൊന്നും ചെയ്യാണ്ടായി അദ്ദേഹം എന്നുള്ളതാണ്. മാത്രമല്ല ധ്യാനം പോലും മറന്നുപോയി എന്ന് പറഞ്ഞു. ഇങ്ങനെ വിഹ്വലനായി തീർന്ന അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പത്നിമാരായിട്ടുള്ള അതിഥിയും ദിതിയും പിന്നെ മറ്റ് 14 ഭാര്യമാർ, ആ ഒരു 14 കന്യകമാരെയാണ് ദക്ഷൻ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ചേച്ചിമാരാ, സതിയുടെ ചേച്ചിമാരായിരുന്നു അവരൊക്കെ. അവരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തിരുന്നത് കശ്യപനാണ്. അവരൊക്കെ അസ്വസ്ഥരായി. കുറച്ച് കാലം കഴിഞ്ഞ സമയത്ത് ദിതി പ്രസവിച്ചു കുറേ ദൈത്യന്മാർ. ദിതിയുടെ പുത്രന്മാരായതുകൊണ്ടാണ് അവരെ ദൈത്യർ എന്ന് വിളിക്കുന്നത്. അതിഥിയുടെ പുത്രന്മാരായിട്ടുള്ളവർ ആദ്യം അതിഥി 12 ആൺമക്കളെയാണ് പ്രസവിച്ച്. അവർ 12 സൂര്യന്മാരാണ്, ദ്വാദശാദിത്യന്മാരെന്ന് പറയും. 12 സൂര്യന്മാരും കൂടെ ചേർന്നിട്ട് നിൽക്കുന്ന ചൈതന്യമാണ് നമ്മൾ ആകാശത്ത് കാണുന്ന സൂര്യൻ എന്നാണ് സങ്കല്പം. ഈ 12 ആദിത്യന്മാരും നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലയെ സ്വാധീനിക്കുന്നവരാണ്. ആരോഗ്യത്തിനെ, ഭാഗ്യത്തിനെ, ധനത്തിനെ, ബന്ധങ്ങളെ ഒക്കെ സ്വാധീനിക്കുന്ന ദേവതകളാണ്. അപ്പോൾ ജ്യോതിഷമായിട്ടും വലിയ പ്രാധാന്യമുണ്ട് ദ്വാദശാദിത്യന്മാർക്ക്. അതിനുശേഷമാണ് ഇന്ദ്രാദികളായിട്ടുള്ള മറ്റു ദേവന്മാരെയൊക്കെ ആ അമ്മ പ്രസവിച്ചത്. പിന്നീട് മൃഗങ്ങൾ, ചെടികൾ, ഭൂമി, പർവ്വതം, വൃക്ഷം, നദി, സമുദ്രം, ഇങ്ങനെയൊക്കെ പ്രപഞ്ചത്തിലുള്ള അനവധി വസ്തുക്കളും കശ്യപൻ്റെ പ്രയത്നഫലമായിട്ടുണ്ടായി എന്നാണ് പറയണം. പിന്നെ ഉറുമ്പ് വരെയുള്ള നാനാ ജന്തുക്കൾ ഇങ്ങനെ തൻ്റെ പ്രവൃത്തി അച്ഛൻ തന്നോട് പറഞ്ഞത് താൻ ഭംഗിയായിട്ട് അനുഷ്ഠിച്ചു എന്ന സന്തോഷത്തോടു കൂടിയിട്ട് കശ്യപൻ തൻ്റെ സൃഷ്ടികളായിട്ടുള്ള ജീവജാലങ്ങളിൽ ചിലർക്കൊക്കെ ഗണപതിയുടെ മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കാൻ തുടങ്ങി. ഓരോരുത്തരുടെ യോഗ്യത അനുസരിച്ചിട്ടും അവരുടെ കാര്യശേഷി അനുസരിച്ച് ചിലർക്ക് കടുകട്ടി മന്ത്രം പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഉച്ചരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ലളിതമായിട്ടുള്ള മന്ത്രങ്ങൾ, കുറച്ചുകൂടെ മിടുക്കുള്ള മക്കൾക്ക് കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള മന്ത്രങ്ങൾ അദ്ദേഹം പാകമനുസരിച്ചിട്ട് മന്ത്രം കൊടുക്കാൻ തുടങ്ങി. നമ്മുടെ കാലഘട്ടത്തിൽ പലപ്പോഴും സംഭവിക്കണം എന്താ വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഗുരുനാഥൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ അദ്ദേഹത്തിന് അറിയണ ഒരു മന്ത്രം നമ്മുടെ തലയ്ക്കങ്ങോട്ട് വെച്ച് തരും. ചുരുക്കി പറഞ്ഞാൽ എന്താ, കാലിനെ ചെരുപ്പിനനുസരിച്ച് മുറിക്കണ പരിപാടിയാണ്. സൈസുള്ള ചെരുപ്പല്ല ഇട്ട് തരുന്നത്. അവർക്കറിയുന്നൊരു കാര്യം പഠിപ്പിക്കും. ഈ വ്യക്തിയുടെ പൂർവ്വജന്മം എന്താ, ഇയാളുടെ ഇഷ്ടദേവത എന്താ, ഇയാൾ എന്ത് ഉപാസന ചെയ്തിരുന്നു, ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഒന്നുമില്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് കുറച്ച് കാശ് കൊടുക്കും, അപ്പോൾ ഒരു മന്ത്രം കിട്ടും. ഇങ്ങനെയാണ് ഇന്നത്തെ കാലത്തെ മന്ത്രോപദേശത്തിൻ്റെ അവസ്ഥ. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. ആ കുട്ടിയുടെ വരുന്ന അന്വേഷിച്ച് വരണ ശിഷ്യൻ്റെ പാകമനുസരിച്ചിട്ട് ഉപാസന പറഞ്ഞു കൊടുക്കുക. ഞാനത് സാധാരണ എന്നും ഉദാഹരണമായിട്ട് പറയാറ് ശ്രീരാമകൃഷ്ണദേവനെയാണ്. ശ്രീരാമകൃഷ്ണദേവന് ഇത്രയും ശിഷ്യന്മാരുണ്ടായിരുന്നു. ആരെങ്കിലും ശ്രീരാമകൃഷ്ണദേവനെ പോലെയാണോ? അല്ല. രാമകൃഷ്ണാനന്ദ സ്വാമിയെ നോക്കൂ, ബ്രഹ്മാനന്ദ സ്വാമിയെ നോക്കൂ, വിരജാനന്ദ സ്വാമിയെ നോക്കൂ, അതേപോലെ തന്നെ രാഖാൽ എന്ന് പറഞ്ഞിട്ട് ലാട്ടു മഹാരാജ് എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ ജോലിക്കാരനായിരുന്നു, നിരക്ഷരനായിരുന്നു. അദ്ദേഹം ഒരു സന്യാസിയാണ്. ഇവരുടെയൊക്കെ ഇടയിലാണ് ഈ നക്ഷത്രം പോലെ വിവേകാനന്ദൻ നിൽക്കുന്നത്. ശാരദാനന്ദ സ്വാമി ശരത്ത് എന്നായിരുന്നു പൂർവാശ്രമ നാമം. അദ്ദേഹത്തിന് വേറെ മന്ത്രം പഠിക്കലൊന്നുമില്ല, ഗുരുനാഥനെ ശുശ്രൂഷിക്കുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവ്രതം. ഇവർ ഓരോരുത്തർക്കും അവരവരുടെ അഭിരുചി അനുസരിച്ചിട്ടുള്ള ഉപദേശങ്ങളാണ് കൊടുത്തത്. ആരെയും തന്നെപ്പോലാക്കാൻ നോക്കിയില്ല. കാളിയെ ഉപാസിക്കുകയെന്ന് ആരോടും പറഞ്ഞില്ല. ഞാൻ കാളിയെ ഉപാസിച്ചു അതുകൊണ്ട് നീയും കാളിയെ ഉപാസിക്കണമെന്ന് ആരോടും പറഞ്ഞില്ല. അവരവരുടെ അഭിരുചിക്കനുസരിച്ചിട്ട് അവരവരെ വളർത്തിയെടുത്തു. അതാണ് യഥാർത്ഥ ഗുരുനാഥന്മാർ. ഓരോ കുട്ടിക്കും അവനവൻ്റെ അഭിരുചി അനുസരിച്ചിട്ടാണ് ഒരു നല്ല അധ്യാപകനോ അധ്യാപികയോ പഠിപ്പിക്കുക. അങ്ങനെയാണ് അവരെ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ ആയിരിക്കണം ഗുരുനാഥന്മാർ. അല്ലാത്തവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ
അവരിടുന്ന ചെരുപ്പിനെ നമ്മുടെ കാലിലിട്ട് തന്നിട്ട് നമ്മുടെ കാലിനെ അതിനനുസരിച്ച് മുറിക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പലർക്കും മന്ത്രസിദ്ധിയോ ഒന്നും കിട്ടാണ്ട് പോകുന്നത്, എത്ര കാലം ജപിച്ചു കഴിഞ്ഞാലും. കാരണം അവരവർക്ക് ജനിതകമായിട്ടൊരു ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ അവരവർക്ക് പൂർവ്വജന്മങ്ങളിൽ നിന്ന് ബന്ധമില്ലാത്ത ഒരു ദേവതയെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ദേവതയെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുക. ജനിതകമായിട്ടാണ് നമുക്ക് പരദേവതയെ കിട്ടണത്. നമ്മുടെ അച്ഛൻ ഉപാസിച്ച അല്ലെങ്കിൽ അമ്മ ഉപാസിച്ച, അവരുടെ അച്ഛൻ ഉപാസിച്ച, പാരമ്പര്യമായിട്ട് ശരീരങ്ങളുടെ തുടർച്ചയിൽ കൂടെ പരദേവതയെ കിട്ടും, ജന്മങ്ങളുടെ തുടർച്ചയിൽ കൂടെ ഇഷ്ടദേവതയും കിട്ടും. ഇന്ന് രാവിലെയും കൂടെ ഞാനത് പറഞ്ഞു. ഇതെപ്പോഴും ഓർക്കണം. അപ്പോൾ ഇവിടെ അവരവർക്കനുസരിച്ചിട്ട് ചിലർക്ക് 6 അക്ഷരമുള്ള മന്ത്രം കൊടുത്തു, ചിലർക്ക് 1 അക്ഷരമുള്ള മന്ത്രം കൊടുത്തു, ചിലർക്ക് 8 അക്ഷരമുള്ള മന്ത്രം കൊടുത്തു, ചിലർക്ക് 10 അക്ഷരമുള്ള മന്ത്രം കൊടുത്തു, ചിലർക്ക് വേദമന്ത്രം കൊടുത്തത്. എന്താണെങ്കിലും ഗണപതിയുടെ അനവധി ഉപാസനകൾ കൊടുത്തു. ഓരോരുത്തരുടെയും ധ്യാനത്തിനനുസരിച്ചിട്ടുള്ള ഫലം അവർക്ക് കിട്ടുകയും ചെയ്തു. മന്ത്രം കൊടുത്തു എന്നുള്ളതുകൊണ്ട് ഇന്ന മന്ത്രം സ്പെഷ്യലാണ്, അതുകൊണ്ട് കൂടുതൽ ഇഫക്റ്റ്, അങ്ങനെയൊന്നുമില്ല. കൃത്യമായിട്ട് പുരാണത്തിൽ പറയുന്നുണ്ട്, മികച്ച മന്ത്രങ്ങൾ കിട്ടിയിട്ടുള്ള പലർക്കും കൃത്യമായിട്ട് ധ്യാനം ചെയ്യാത്തത് കൊണ്ട്, അത് ഉപാസിക്കാത്തതുകൊണ്ട് ഫലം കിട്ടിയില്ല. വളരെ ലളിതമാണ്, ഇതിനൊക്കെ ഇഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന മന്ത്രം നല്ല വൃത്തിയായിട്ടും ശ്രദ്ധയോടെയും ജപിച്ചവർക്കൊക്കെ ഭഗവാനെ കാണാനും പറ്റിയില്ല. നമ്മുടെയൊക്കെ വിചാരം എന്താ വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മന്ത്രങ്ങൾ കിട്ടിയാലാണ് വലിയ സംഭവം എന്നാണ്. ഞാൻ സാധാരണ പറയാറുള്ളൊരു കഥയുണ്ട്. ശ്രീയുടെ അടുത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായൊരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു വലിയ എന്താ പറയുക, നല്ലോണം ധനശേഷിയൊക്കെ ഉള്ള ഒരാൾക്കാർ രഹസ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു എന്നാണ് കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ഭയങ്കര ശക്തിയുള്ളൊരു മന്ത്രം ഉപദേശിച്ച് തരണം, ഇതിന് എന്താച്ചാൽ ദക്ഷിണ ചെയ്യാം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞുതരാം, പ്രയർ മീറ്റിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞുതരാം. അയ്യോ, ഞങ്ങൾക്ക് പബ്ലിക്കായിട്ടല്ല, ഞങ്ങൾക്ക് രഹസ്യമായിട്ട് ഞങ്ങൾക്ക് മാത്രം കിട്ടണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിങ്ങനെ എൻ്റെ അടുത്ത് ഒരു കൂട്ടർ ചോദിച്ചിട്ടുണ്ട്, അപ്പം ഞാൻ വിചാരിക്കണം എന്തായാലും എല്ലാവർക്കും അതുകൊണ്ട് ഉപകാരമാവട്ടെ, അതുകൊണ്ട് നിങ്ങളൊക്കെ ചൊല്ലിക്കോളൂ നമഃശിവായ എന്ന് പറഞ്ഞു. അഷ്ടാക്ഷരവും പഞ്ചാക്ഷരവും ഗായത്രിയും ഒക്കെ കയ്യിലിരുന്നിട്ടാണ് നമ്മൾ ഈ ഓരോന്ന് പറ്റാത്തത് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ പാകത്തിനനുസരിച്ച് കൊടുക്കുക എന്ന് മാത്രമല്ല, ആ പാകത്തിനനുസരിച്ച് കിട്ടിയാലും അതിനെ നിഷ്ഠയായിട്ട് ജപിക്കാൻ സാധിക്കണം. അതിൻ്റെ അറ്റം കാണുന്നവരെ ജപിക്കാൻ സാധിക്കണം. ഇന്ന് കുറച്ച് മന്ത്രം ജപിച്ചു, ഉടനെ മന്ത്രം കളഞ്ഞു, അടുത്ത മന്ത്രം ജപിച്ചു, പിന്നെ അടുത്ത മന്ത്രം ജപിച്ചു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതം ഒരു വളപ്പാണെന്ന് വിചാരിക്കുക. ഒരു പറമ്പ്, ഗേറ്റൊക്കെ ഉള്ള ഒരു പറമ്പ്, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കിണറിന് വേണ്ടിയിട്ട് കിണർ കുഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അപ്പുറത്ത് വേറൊരാൾ കുഴിക്കുന്നു. ഉടനെ പോയിട്ട് നമ്മൾ വേറൊരു കുഴി കുഴിച്ചു, വീണ്ടും ഒരു കുഴി കുഴിച്ചു. എവിടെയും വെള്ളം കിട്ടൂല. അവസാനം നമ്മൾ മരിച്ചു പോകുമ്പോൾ ജീവിതം മൊത്തം കുഴിയായിരിക്കും. ഇതുമാതിരി 100,000 സ്ഥലത്ത് അലഞ്ഞു നടക്കരുത്. എല്ലാറ്റിനോടും ബഹുമാനം ഉണ്ടാവണം, എല്ലാവരുടെ പദ്ധതികളോടും ബഹുമാനം ഉണ്ടാവണം. ആരുടെ പദ്ധതി മോശമായിട്ട് പറയരുത്. പക്ഷെ അവനവൻ്റെ പദ്ധതിയിൽ നിഷ്ഠയോട് കൂടിയിട്ട് വെള്ളം കാണുന്നവരെ കുഴിക്കണം. അത് ചെറിയ മന്ത്രമായിരിക്കും, ചെറിയൊരു കാര്യമായിരിക്കും. ഇന്നലെ ഞാൻ വിഡ്ഢികൂഷ്മാണ്ഡത്തിൻ്റെ കഥ പറഞ്ഞു തന്നില്ലേ, അതുപോലെ കേൾക്കുമ്പോൾ ചിരി വരും നമുക്ക്. പക്ഷെ അതിൽ വിശ്വാസത്തിൻ്റെ ശക്തിയാണത്. അപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഭഗവാനെ അവരവരുടെ ഭാവത്തിനനുസരിച്ചിട്ടും തീവ്രതയ്ക്കനുസരിച്ചിട്ടും ധ്യാനിച്ചപ്പോൾ ചിലർക്ക് പെട്ടെന്ന് ദർശനം കിട്ടി, ചിലർക്ക് കാലങ്ങളെടുത്തു. പിന്നെ ഏതു ഭാവത്തിലാണോ കണ്ടത് അതിനനുസരിച്ച് വന്നു. ഇങ്ങനെ തന്നെ ഗുരുവായൂരപ്പനും ഉണ്ണീന്ന് പറഞ്ഞ് വിളിച്ചാൽ ഉണ്ണിയായിട്ട് വരും, ഗുരുനാഥ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ചമ്മട്ടിയും ശംഖുമൊക്കെ ആയിട്ട് പാർത്ഥസാരഥിയായിട്ട് വരും, അല്ലേ? രക്ഷക എന്ന് പറഞ്ഞ് വിളിച്ചാൽ സുദർശന ചക്രമായിട്ട് വരും, ചേട്ടാന്ന് വിളിച്ചാൽ ചേട്ടനെ പോലെ വരും, അനിയാന്ന് വിളിച്ചാൽ അനിയനെ പോലെ വരും, കാമുകാന്ന് വിളിച്ചാൽ അങ്ങനെ വരും, ഭർത്താവായിട്ട് കണ്ടാൽ അങ്ങനെ വരും, രാജാവായിട്ട് കണ്ടാൽ രാജഗോപാലനായിട്ട് വരും. ഏത് ഭാവത്തിൽ വിളിക്കണോ അതുപോലെ വരും. ഗണപതി അതേപോലെ രൗദ്രമായിട്ട് വിളിച്ചവർക്ക് രൗദ്രമായിട്ട് വന്നു, ശാന്തനായിട്ട് വിളിച്ചവർക്ക് ശാന്തമായിട്ട് വന്നു, ബാലരൂപിയായിട്ട് വിളിച്ചവർക്ക് ബാലഗണപതിയായിട്ട് വന്നു, ചക്രവർത്തിയായിട്ട് വിളിച്ചവർക്ക് രാജഗണപതിയായിട്ട് വന്നു. ഇങ്ങനെ അനവധി ഭാവങ്ങളിൽ ഭഗവാൻ വന്നു. നർത്തകർക്ക് നൃത്തഗണപതിയായിട്ട് വന്നു. സംഗീതം ആലപിക്കുന്ന ഗണപതിയായിട്ടാണ് പാട്ടുകാരുടെ മുന്നിൽ വന്നത്. ഇങ്ങനെ പ്രപഞ്ചത്തിൽ ആരൊക്കെ ഏതൊക്കെ ഭാവത്തിൽ വിളിക്കുന്നോ അതിനനുസരിച്ച് ആ ഭാവത്തിനനുസരിച്ചിട്ട് ഭവിക്കുന്നതാണ്. ഭാവോഹി ഭവകാരണം എന്ന് പറയും. ഗുരുവായൂരപ്പനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചപ്പോൾ ഒരു പാവം മനുഷ്യൻ ദിവസം പോയിട്ട് ഒരു പണ്ഡിതൻ്റെ അടുത്ത് ഗുരുവായൂരപ്പനെ കണ്ടാൽ എങ്ങനെയുണ്ടാവും, ഗുരുവായൂരപ്പനെ കണ്ടാൽ എങ്ങനെയുണ്ടാവും ചോദിച്ചാൽ, അന്ന് ഈ വാട്സപ്പും ഫേസ്ബുക്കൊന്നും ഇല്ലല്ലോ, ഫോട്ടോസൊന്നും കാണാൻ വഴിയില്ല, കലണ്ടർ പ്രിൻ്റൊന്നും ഇല്ല. ആ കാലത്താണ് ആകെ ഒരു വിഗ്രഹമുള്ള ഗുരുവായൂർ. അപ്പോൾ ഗുരുവായൂരപ്പനെ ശരിക്കും കണ്ടാൽ എങ്ങനെ ഇരിക്കും ചോദിച്ചപ്പോൾ അവസാനം ശല്യം സഹിക്കാണ്ട് പറഞ്ഞു, കണ്ടാൽ എരുമേ പായിരിക്കോടാ അവർ, എരുമേ പോലെ ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇയാൾ എരുമേ പാരി ഗുരുവായൂരപ്പനെ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഗുരുവായൂരപ്പനെ എരുമയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇയാൾക്ക് സാക്ഷാത്കാരം കിട്ടുകയും ചെയ്തു.
എരുമയെ പോലെ ഇരിക്കുന്നു പറഞ്ഞ പണ്ഡിതൻ അപ്പോഴും നാരായണ നാരായണൻ ജപിച്ചുകൊണ്ടിരിക്കേണ്ടതെന്നല്ലാണ്ട് സാക്ഷാത്കാരം കിട്ടിയില്ല. ഇതൊക്കെ കഥകളാണ്. പക്ഷെ ആ കഥകളൊക്കെ സത്യമാണ്. ഇത് കഥയല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. കാരണം ഇപ്പോഴത്തെ നിങ്ങൾ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഇത് കേൾക്കണു. ഇതുവരെ വന്നതൊക്കെ കഥയാണ്. ഇപ്പോൾ ഉച്ചവരെ ഇപ്പം ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞതും കഥയാണ്. ഇനി അടുത്ത നിമിഷം മുതൽക്കുള്ളതൊക്കെ വേറൊരു പ്രതീക്ഷയാണ്. ഇപ്പോൾ നമ്മൾ ഈ നിമിഷം ഇരിക്കണതേ ഉണ്ടു. കുറച്ച് കാലം കഴിഞ്ഞ് ഇതൊക്കെ കഥയാവും, നമ്മളും കഥയാവും. മനസ്സിലായില്ലേ? നമ്മളും കഥയാവും. എൻഡ് ഓഫ് ദി ഡേ നമ്മളും കഥയാവും. അടുത്ത വർഷം നിങ്ങൾ പറയും, അന്ന് ശരത്തേദാസം വന്നിട്ട് ഒരു ഗണേശപുരാണ യജ്ഞം ഉണ്ടായി മള്ളിയൂർ, അന്ന് എനിക്ക് പോകാൻ പറ്റി. അത് നിങ്ങൾ കഥയായിട്ടാണ് പറയണത്. ഇങ്ങനെ പറഞ്ഞ് കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മളും ഒക്കെ കഥയായി തീരും. നമുക്ക് മുമ്പുണ്ടായിരുന്നവരൊക്കെ കഥയായി കഴിഞ്ഞു, നമ്മളും കഥയായി തീരും. കഴിഞ്ഞ ഓരോ നിമിഷവും കഥയായി പോയിക്കൊണ്ടിരിക്കണം. വരാണ്ടിരിക്കുന്ന നിമിഷങ്ങൾ മാത്രം പ്രതീക്ഷ. ആകെ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പം മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ കഥയാണ് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയരുത്. എല്ലാവരും ഈ കഥകളിലുള്ളതൊക്കെ ഒരു കാലത്ത് ഉണ്ടായതാണ്. അങ്ങനെ ആ ഗണപതി ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ശേഷൻ ഒരു വിഗ്രഹം നിർമ്മിച്ച് ആരാധിച്ചു. വിലപ്പിടിപ്പുള്ള രത്നങ്ങളൊക്കെ പതിച്ച് ഒരു ക്ഷേത്രവും നിർമ്മിച്ചു. ധരണീധരം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. പ്രവാള നഗരത്തിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യണത് എന്നാണ് പറയുന്നത്. ഈ പ്രവാള നഗരത്തിൽ തന്നെയാണ് കാർത്തവീര്യനും ക്ഷേത്രം പണിതതെന്ന് പറയുന്നുണ്ട്. നമ്മളിതിനു മുമ്പ് കാർത്തവീര്യൻ്റെ പ്രവാളം വെച്ചാൽ പവിഴം എന്നാണ് അർത്ഥം. ഗണപതി ഭഗവാന്റെ ശരീരത്തിൻ്റെ നിറം നല്ല ചുവന്ന പവിഴം പോലെയാണ്, കുങ്കുമം പോലെ ഇരിക്കും ശരിക്കും ഭഗവാന്റെ ശരീരം. അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത്. അതിനുശേഷം ഭഗവാന്റെ വിശേഷമായിട്ടുള്ള 12 നാമങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിവിടെ നേരത്തെ ചൊല്ലിയിരുന്നു. ആ പ്രവാള നഗരത്തിലുള്ള ക്ഷേത്രത്തിൽ കൂടിയവരുടെ സ്തുതി കേട്ടിട്ട് ഭഗവാൻ ഈ സകല ജീവരാശികളും ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവരോടൊക്കെ ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും കാണിക്കാത്ത ഒരു രൂപമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഞാൻ ശരിക്കും നിർഗുണനാണ്, എനിക്ക് രൂപമില്ല. നമ്മളവിടെ ഗണപതി എന്ന് പറയുമ്പോൾ ശിവൻ്റെയും പാർവതിയും പുത്രനായിട്ടുള്ള ഗണപതിയെ അല്ല പറയണത്, ബ്രഹ്മത്തെ പറയണമെന്നുള്ള ബോധത്തോടെ വേണം ഇത് കേൾക്കാൻ. ആ ബ്രഹ്മത്തെ തന്നെയാണ് വൈഷ്ണവൻ നാരായണൻ എന്ന് വിളിക്കണതും, സദാശിവൻ ശൈവൻ വിളിക്കണതും, പരാശക്തി എന്ന് ശാക്തേയം വിളിക്കണതും, സുബ്രഹ്മണ്യൻ എന്ന് കൗമാരന്മാർ വിളിക്കണതും എന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒറ്റ വസ്തുവിനെ തന്നെയാണ് പല രൂപങ്ങളിൽ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് ആരാധിക്കണമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ തമ്മിത്തല്ലിനൊന്നും ആവശ്യമില്ല. എൻ്റെ ദൈവമാണ് വലുത്, നിൻ്റെ ദൈവമാണ് വലുതെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താഗ്രഹം വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാനത് നിങ്ങൾക്ക് തരാം എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ചു. ഓരോ ജീവന്മാരും ദേവന്മാരവർക്ക് വേണ്ടത് ചോദിച്ചു, മനുഷ്യരവർക്ക് വേണ്ടത് ചോദിച്ചു, അസുരന്മാരവർക്ക് വേണ്ടത് ചോദിച്ചു, പക്ഷികൾ അവർക്ക് വേണ്ടത് ചോദിച്ചു, മൃഗങ്ങൾ അവർക്ക് വേണ്ടത് ചോദിച്ചു, ഉരകങ്ങൾ സർപ്പങ്ങൾ അവർക്ക് വേണ്ടത് ചോദിച്ചു, യക്ഷന്മാർ ചോദിച്ചു, കിന്നരന്മാർ ചോദിച്ചു, ഗന്ധർവന്മാർ ചോദിച്ചു. ഇങ്ങനെ അനവധി ജീവജാലങ്ങളൊക്കെ അവരവർക്ക് വേണ്ടത് ആ ഭഗവാന്റെ നിന്ന് ചോദിച്ചു മേടിച്ച് അനുഗ്രഹം വാങ്ങി. അതിനുശേഷം ഭഗവാൻ അന്തർധാനം ചെയ്തു. ദേവന്മാർ അദ്ദേഹത്തിന് മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ട് അവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചു. രത്നങ്ങളൊക്കെ പതിച്ചിട്ടുള്ള ആ മന്ദിരത്തിലെ മൂർത്തിക്ക് സുമുഖൻ എന്ന് പേരിട്ടു. അങ്ങനെ ആ ഭഗവാനെ യഥാവിധി പൂജിച്ചതിന് ശേഷം ദേവന്മാർ സ്വന്തം വീടുകളിലേക്ക് പോയി. മഹർഷിമാരും അതേമാതിരി തന്നെ ഭഗവാനെ ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ട് ആരാധിച്ചു. അദ്ദേഹത്തിന് ഏകദന്തൻ എന്ന് പേര് വിളിച്ചു അവർ. ഗന്ധർവന്മാരും കിന്നരന്മാരും ഗണേശൻ്റെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് ഭഗവാനെ ആരാധിച്ചു. ആ ഭഗവാനെ അവർ വിളിച്ചത് കപിലൻ എന്നാണ് വിളിച്ചത്. നമുക്ക് ഓരോരുത്തരും ഓരോ പേരിട്ട് വിളിക്കണം. ഭഗവാൻ ഒരാളേ ഉള്ളൂ. അവരവരുടെ ഇഷ്ടത്തിന് ദേവന്മാർ സുമുഖ എന്ന് വിളിച്ചു, മറ്റേ മഹർഷിമാർ ഏകദന്ത എന്ന് വിളിച്ചു, ഗന്ധർവന്മാരും കിന്നരന്മാരും ഭഗവാനെ കപില എന്ന് വിളിച്ചു, ഗുഹ്യകന്മാർ, ചാരണന്മാർ, സിദ്ധന്മാർ ഇവരൊക്കെ വേറൊരു ക്ഷേത്രം പണിത് ആ വേറൊരു വിഗ്രഹം നിർമ്മിച്ചിട്ട് ആ മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. അവർ ഗജകർണൻ എന്നാണ് ഭഗവാനെ വിളിച്ചത്, ആനച്ചെവിയുള്ളവൻ എന്ന് പറഞ്ഞു. അങ്ങനെ അനുഗ്രഹം കിട്ടിയ അവർക്ക് മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടിയതുകൊണ്ടാണ് ഈ സിദ്ധചാരണ ഗന്ധർവാദികൾ ഗുഹ്യകന്മാരൊക്കെ ആകാശത്തു കൂടെ സഞ്ചരിക്കാനുള്ള സിദ്ധി അവർക്ക് ലഭിച്ചത്. അങ്ങനെ അത്രേ. മനുഷ്യന്മാരെന്താ ചെയ്ത്? അവരും ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു പൂജിച്ചു. അവർ ഭഗവാനെ വിളിച്ചത് ലംബോദരൻ എന്നാണ്. നമ്മൾ മനുഷ്യർ ഭഗവാനെ ആരാധിക്കേണ്ട രൂപങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വിശേഷം ലംബോദരൻ എന്ന നാമത്തോട് കൂടിയിട്ടുള്ള രൂപത്തെയാണെന്നാണ്. ഭഗവാന്റെ കുടവയറിനെയാണ് അത്ര മനുഷ്യനെ ആരാധിക്കേണ്ടത്. ഹിംസ്രജന്തുക്കൾ, പുലി, ഈ ചെന്നായ, അങ്ങനത്തെ സിംഹം പോലുള്ള മൃഗങ്ങൾ, അവരൊരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഭഗവാനെ പൂജിച്ചു. ആ ഭഗവാനെ അവർ വിളിച്ചത് വികടൻ എന്നാണ്.
അമിതമായിട്ടുള്ള കാമവാസനയൊക്കെ മാറ്റാൻ വികടൻ്റെ നാമം ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ബ്രഹ്മചര്യത്തിന് വളരെ വിശേഷമാണ് വികടൻ്റെ നാമം. അതേമാതിരി ഗ്രഹദോഷങ്ങൾ പലതും മാറാൻ, ആപത്തുകൾ മാറാൻ, വിഷബാധ മാറാൻ ഇതിനൊക്കെ വികടൻ്റെ നാമം ജപിക്കുന്നത് നല്ലതാണെന്ന് പറയും. പുരാണത്തിൽ പറയണില്ല, പക്ഷേ ഇതിൻ്റെ മറ്റ് ഗ്രന്ഥങ്ങളിൽ, പ്രയോഗ ഗ്രന്ഥങ്ങളിലുള്ളതാണ്. വൃക്ഷങ്ങൾ, വള്ളികൾ, ചെടികൾ അവരൊക്കെ ഭഗവാനെ പ്രതിഷ്ഠിച്ചു. അവരവരുടെ ഭഗവാന് വിഘ്നനാശനൻ എന്ന് പേര് കൊടുത്തു. അങ്ങനെ അവരും ഭഗവാനെ ആരാധിച്ചു. പക്ഷികൾ രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മൂർത്തിയെ പ്രതിഷ്ഠിച്ചിട്ട് ഗണാധിപൻ എന്ന് ഭഗവാനെ വിളിച്ചു. വിഷജന്തുക്കളായിട്ടുള്ള സർപ്പങ്ങളൊക്കെ, തേള്, പാമ്പ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ അവരൊക്കെ ചേർന്നിട്ട് ഭഗവാനെ പൂജിക്കാൻ തീരുമാനിച്ചു. അവരും ഒരു വിഗ്രഹം നിർമ്മിച്ചു. അവർ ഭഗവാനെ വിളിച്ചത് ധൂമ്രകേതു അഥവാ ധൂമകേതു എന്ന് വിളിച്ചു. പുക കൊടിയടയാളമായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പുക കൊടിയടയാളമാക്കിയവൻ. അത് വരണം, ദൂരത്തുനിന്ന് പുക വരണ പോലെ ഉണ്ടാവും. പുകയുടെ നിറം ആണ് ധൂമകേതു എന്ന് പറഞ്ഞു. പിന്നെ എല്ലാ ജലസംഭരണികളും, ജലാശയങ്ങൾ, തടാകങ്ങൾ, കുളങ്ങൾ, അങ്ങനെ സമുദ്രം, നദി ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് ഭഗവാനെ ആരാധിക്കാൻ തീരുമാനിച്ചിട്ടൊരു വിഗ്രഹം ഉണ്ടാക്കി. അവർ വിളിച്ച പേരാണ് ഗണാധ്യക്ഷൻ എന്ന് വിളിച്ചു. അവർ ഉത്സവം വരെ നടത്തി. കൃമികീടങ്ങൾ, ചെറിയ ചെറിയ പാറ്റ, പുഴു, അവരൊക്കെ അവരുടെയും ഭഗവാനാണല്ലോ. വനസ്പതികൾ, ഔഷധികൾ, കാട്ടുമരുന്നുകൾ, കാട്ടുചെടികൾ, അങ്ങനെയുള്ളവർ, മരുന്നുകൾ, പച്ചമരുന്നുകൾ അവരൊക്കെ കൂടെ ചേർന്നിട്ട് ഭഗവാനൊരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് സ്ഥാപിച്ചു. അവർ വിളിച്ചത് ബാലചന്ദ്രൻ, നെറ്റിയിൽ ചന്ദ്രനെ വെച്ചവൻ എന്നർത്ഥം. ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ ജീവജാലങ്ങൾ ഈ പേര് വിളിച്ചു എന്നുള്ളത് നമുക്ക് സമയമില്ല. അവനവൻ അന്വേഷിച്ച് കണ്ടെത്തുക. താല്പര്യമുള്ളവരില്ലെങ്കിൽ മറ്റൊരവസരത്തിൽ അത് പറയാനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അന്ന് ഗണപതി ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് അത് പറയാൻ ശ്രമിക്കാം. പിന്നെ ജീവനുള്ള എല്ലാ ജീവജാലങ്ങളും, മറ്റ് ജീവജാലങ്ങൾ, ഇവരിലൊന്നും പെടാത്ത മറ്റ് ജീവജാലങ്ങളെല്ലാവരും കൂടെ അവരുടെ ഒരു പ്രതിഷ്ഠ നടത്തി. ആ പ്രതിഷ്ഠയ്ക്ക് ഗജാനനൻ എന്ന് വിളിച്ചു. വാസ്തവത്തിൽ ഗണപതി ഭഗവാൻ ആയിരക്കണക്കിന് പേരുകൾ പറയാമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ 12 നാമങ്ങളാണ് അതിലേറ്റവും പ്രധാനം. എല്ലാ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പും ഭഗവാന്റെ ഈ 12 നാമങ്ങൾ പറഞ്ഞ് പൂജ കഴിക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നത് എല്ലാ വിഗ്രഹങ്ങളും മാറി സർവ്വസൗഖ്യവും ഉണ്ടാവാനും കാര്യപ്രാപ്തി ഉണ്ടാവാനും വിജയവും ഉണ്ടാവാനും വളരെ വിശേഷമാണ്. സുമുഖശ്ചേകദന്തശ്ച കപിലോ ഗജകർണക ലംബോധരശ്ച വികടോ വിഘ്നനാശോ ഗണാധിപ ധൂമകേതുർഗണാധ്യക്ഷോ ബാലചന്ദ്രാഗജാനന ദ്വാദശൈതാനി നാമാനി യപ്പഠേത് ശൃണുയാദവി വിദ്യാരംഭേ വിവാഹേ ച പ്രവേശേ നിർഗമേ തഥാ സംഗ്രാമസങ്കടേ ചൈവ വിഘ്നസ്തസ്യ ന ജായതേ. ആ അവസാനത്തെ ദ്വാദശൈതാനി നാമാനി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് ഫലശ്രുതിയാണ്. അതിൽ പറയണെന്താ, ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ എന്തൊക്കെയാ ഗുണം? വിദ്യാരംഭം ചെയ്യുമ്പോൾ, പഠിക്കാൻ തുടങ്ങുമ്പോൾ ജപിക്കണം കുട്ടികൾ. വിവാഹത്തിന് തൊട്ട് മുമ്പ്, താലി കെട്ടണതിന് മുമ്പ് ഈ മന്ത്രം ജപിക്കണം. ഗൃഹപ്രവേശം നടത്തുമ്പോഴും ഈ മന്ത്രം ജപിക്കണം. പാല് കാച്ചണതിന് മുമ്പ്, യാത്ര തുടങ്ങുന്നതിന് മുമ്പും, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് ജപിക്കുക. യുദ്ധം, കേസ്, ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ചെല്ലുക. ഇതൊക്കെ കൂടാണ്ട് എല്ലാ ആപത്ത് കാലത്തും ഈ 12 നാമം ജപിക്കുക. സകല തടസ്സങ്ങളും മാറും എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടതെന്ന് രൂപം പറയണു. ശുക്ലാംബരധരം ദേവം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശുക്ലാംബരധരം വിഷ്ണു എന്ന് പറഞ്ഞതിന് പകരം ദേവൻ എന്ന് പറഞ്ഞു. വിഷ്ണു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കണമെന്ന അർത്ഥം. അത് ഗുരുവായൂരപ്പനെ ചതുർബാഹുവായിട്ട് നിൽക്കുന്ന ഒരു രൂപത്തിനെയല്ല അവിടെ പറയണത്. വെളുത്ത വസ്ത്രം ധരിച്ചവൻ, ചന്ദ്രൻ്റെ നിറമുള്ളവൻ, 4 കൈകളുള്ളവൻ, പ്രസന്ന മുഖമുള്ള ദേവനെ പറയുള്ളൂ. അതാരും ആവാം, ബ്രഹ്മം തന്നെ ആവാം. ബ്രഹ്മത്തെ തന്നെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കേണ്ടത്. ഇങ്ങനെ ദേവന്മാരും മനുഷ്യന്മാരും ജീവജാലങ്ങളും ഒക്കെ ഭഗവാന്റെ ആരാധനയിൽ തടസ്സമില്ലാത്തവരായിട്ട് സുഖമായിട്ടിരിക്കണം. ഭഗവാനെ ആരാധിക്കണമെങ്കിലും ഗണപതിയെ പ്രാർത്ഥിക്കണം. ഭഗവാനെ ആരാധനയിൽ വിഘ്നം വരാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഗണപതി ഹോമം നടത്തുമ്പോഴും ആദ്യം ഗണപതിക്ക് പൂജിച്ചിട്ടേ ഗണപതിക്ക് ഹോമം നടത്തുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? ഗണപതിക്ക് ആദ്യം പൂജിച്ചിട്ട് വിഘ്നനിവാരണത്തിന് പ്രാർത്ഥിച്ചിട്ട് വേണം ഗണപതി ഹോമം നടത്താൻ. അല്ലാണ്ട് ഗണപതിക്കല്ലേ ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് മതി എന്ന് പറഞ്ഞിട്ട് നടത്തിയാൽ ശരിയാവില്ല. ഗണപതിക്ക് കൊടുത്തിട്ട് ഗണപതിക്ക് കൊടുക്കണം. അങ്ങനെയാണ് അതിൻ്റെ നിയമം. അപ്പോൾ ശൗനകാദികളായിട്ടുള്ള മഹർഷിമാരിങ്ങനെ പല കഥകളിലൂടെ ആ കേട്ട ആ ഗണേശ മഹാത്മ്യം
വാസ്തവത്തിൽ പണ്ട് ബ്രഹ്മദേവൻ വ്യാസമഹർഷിക്ക് പറഞ്ഞു കൊടുത്തതായിരുന്നു. ആ ബ്രഹ്മാവ് വ്യാസന് പറഞ്ഞു കൊടുത്തത് വ്യാസൻ ഭൃഗുവിനും പറഞ്ഞു കൊടുത്തു, ഭൃഗു മഹർഷി അത് സോമകാന്ത രാജാവിനും പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്രയും തുടങ്ങിയ ദിവസം തൊട്ട് ഇതുവരെയും വന്ന ഉപാസനാഖണ്ഡം എന്ന് പറയുന്ന ഗണേശപുരാണത്തിൻ്റെ ഒരു വലിയ ഭാഗം അവസാനിച്ചു. ഇനി ഇവിടെ ഞങ്ങളുടെ ഭഗവാന്റെ ലീലകൾ പറയണ ക്രീഡാഖണ്ഡമാണ്. ഇനി വരുന്ന ഒരു 35 മിനിറ്റ് കൊണ്ട് നമുക്ക് കുറച്ചെണ്ണം പറയാനുണ്ട്. അത് ഞാൻ അതുകൊണ്ട് അത്തിരി സ്പീഡിൽ പോകുന്നു, ഇല്ലെങ്കിൽ ഇന്ന് നമുക്കിത് കവർ ചെയ്യാൻ പറ്റില്ല. ക്രീഡാഖണ്ഡം ആരംഭിക്കണം എങ്ങനെയാ വെച്ചാൽ മഹർഷിമാർ വീണ്ടും സൂതനോട് ചോദിക്കുകയാണ് നൈമിഷാരണ്യത്തിൽ ഇരുന്നിട്ട്, മഹാത്മാവേ, ഞങ്ങൾക്ക് ഗണേശനെ പറ്റിയുള്ള കഥകളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ തിരിച്ചു വിടാനുള്ള താല്പര്യമില്ല, അങ്ങ് പോകരുത്, ഇനിയും കഥ പറയണം, ഞങ്ങൾക്ക് ഇനിയും കഥകൾ ധാരാളമായിട്ട് കേൾക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ വിശക്കും, ആഹാരം കഴിക്കും, എന്നാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വിശക്കും, ആഹാരം വീണ്ടും വേണം തോന്നും. അതുമാതിരിയാണ് കഥ. എത്ര കേട്ട് കഴിഞ്ഞാലും അപ്പം തൃപ്തി തോന്നും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇനിയും കഥ കേൾക്കണം തോന്നും. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഇനിയും കഥ പറയണം, ഗണപതിയുടെ കഥകൾ ഇനിയും പറഞ്ഞു തരണം, ഞങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള ഭക്തി ഉറയ്ക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സൂതൻ പറഞ്ഞു, മഹർഷിമാരെ, ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഉപാസനാഖണ്ഡം എന്ന് പറയുന്ന ഭഗവാന്റെ ആരാധനാക്രമങ്ങളായിരുന്നു. വ്രതങ്ങളുടെ മാഹാത്മ്യങ്ങൾ, മന്ത്രങ്ങൾ, ഓരോ മന്ത്രങ്ങൾ ജപിച്ചാലുള്ള വൈശിഷ്ട്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കഥകളാണ് ഞാൻ ഇത്രയും നേരം നിങ്ങൾക്ക് തുടക്കം തൊട്ട് പറഞ്ഞു തന്നത്. സാധാരണ ഞാൻ നേരത്തെ ഉച്ചയ്ക്ക് പറഞ്ഞതുപോലെ പുരാണങ്ങളിലൊക്കെ തന്നെ ദേവതകളുടെ മികവും അവരുടെ പരാക്രമങ്ങളും ഒക്കെയാണ് ആദ്യം പറയുക, എന്നിട്ട് അവരെ ആരാധിക്കേണ്ട രീതി പറയുക. ഗണേശപുരാണത്തിൽ നേരെ തിരിച്ച ആരാധിക്കേണ്ട രീതിയൊക്കെ ആദ്യം പറഞ്ഞിട്ടാണ് പിന്നെയാണ് പരാക്രമങ്ങളുടെ കഥ പറയുന്നത്. ആരാധിക്കേണ്ട രീതി ആദ്യം പറയാൻ കാരണം ഗണേശൻ പ്രഥമ പൂജനീയനാണ്, ആദ്യം പൂജിക്കേണ്ട ഭഗവാനായതുകൊണ്ടാണ് അത് അങ്ങനെ പറയണത്. അങ്ങനെ ഇനി ക്രീഡാഖണ്ഡം ഞാൻ പറയാം. ഇതിൽ ഗണപതി ഭഗവാൻ പലവിധ അസുരന്മാരെ നിഗ്രഹിച്ച കഥകൾ, എല്ലാ സത്തുക്കളായിട്ടുള്ള ജനങ്ങൾക്കൊക്കെ രക്ഷ കൊടുത്തിട്ടുള്ള കഥകൾ, അതേമാതിരി തന്നെ ബ്രഹ്മജ്ഞന്മാർക്കും പശുക്കൾക്കും മറ്റു ജീവജാലങ്ങൾക്കൊക്കെ നിറഞ്ഞ ആശ്രയം നൽകിയിട്ടുള്ള കഥകളൊക്കെ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. അപ്പം മഹർഷിമാർ പറഞ്ഞു, ഞങ്ങൾക്ക് ശ്രദ്ധ നല്ലോണം ഉണ്ട്, കാരണം കഥകൾ കേൾക്കും തോറും അത് ഉള്ളിലേക്ക് ഇങ്ങനെ ആഴത്തിൽ ചെല്ലുകയാണ്. ആഴത്തിൽ ചെല്ലുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഗണപതി അല്ലാണ്ട് ഇപ്പോൾ വേറൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ശ്രദ്ധയുണ്ട്, അതുകൊണ്ട് അങ്ങ് ധൈര്യമായിട്ട് സന്തോഷത്തോടെയും കഥ പറഞ്ഞോളൂ പറയും. സൂതൻ പറയും, പണ്ട് ഇതേ കഥകളൊക്കെ ബ്രഹ്മദേവൻ വ്യാസമഹർഷിക്ക് പറഞ്ഞു കൊടുത്താണ്. വ്യാസനിൽ നിന്നാണ് ഭൃഗു അത് പഠിച്ചത്. അദ്ദേഹം ഇതൊക്കെ സോമകാന്ത രാജാവിന് ഉപദേശിച്ചു. വ്യാസൻ ബ്രഹ്മദേവനോട് ഉപാസന കണ്ടെത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തൃപ്തി വന്നില്ല എന്നും, അതൊക്കെ ഏതൊക്കെ അവതാരം സ്വീകരിച്ചിട്ട് ഏതൊക്കെ വിധത്തിലാണ് ഗണപതി ഭഗവാൻ ശത്രുക്കളെ നശിപ്പിച്ചതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്നും വ്യാസമഹർഷി പറയും. അപ്പോൾ വ്യാസൻ്റെ ആ ഒരു താല്പര്യം കണ്ടപ്പോൾ ബ്രഹ്മദേവന് കുറച്ച് ഫ്രീ ടൈമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ബ്രഹ്മദേവൻ പറഞ്ഞാൽ ശരി, ഞാൻ കുറച്ചുകൂടെ കഥകളൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് കഥ പറയാൻ തുടങ്ങി. വ്യാസ, ഉന്നതമായിട്ടുള്ള മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരുടെ കഥകൾ പറയുമ്പോൾ അത് പറയുന്ന എനിക്കും ആ പറയണ ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒരേപോലെ ഹൃദയത്തിൽ ഒരു സന്തോഷം ഉണ്ടാവും, ഒരു ആസ്വാദം സംഭവിക്കും. പറയണ ആൾക്കേ അത് സുഖം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കേൾക്കണ ആൾക്ക് അപ്പോൾ എത്രമാത്രം സുഖം ഉണ്ടാവും. അതുകൊണ്ട് സാധാരണ രീതിയിൽ പറയാൻ പറ്റൂല ചില കഥകൾ, അതിനെ പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളതിനും ഗണപതിയുടെ അനുഗ്രഹം വേണം. അതുകൊണ്ട് ബാക്കി പറയാൻ ഗണപതി നമ്മളെ അനുഗ്രഹിക്കട്ടെ, കേൾക്കാൻ നിനക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ പറയാനും കേൾക്കാനും സാധിക്കുള്ളൂ. കേൾക്കുക എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളണ്ടേ, കഥ കേട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഈ ചെവി കേട്ട് ഈ ചെവി കൂടെ വിട്ടിട്ടും കാര്യമില്ല, അത് ഉള്ളിലേക്ക് കിട്ടണം. അങ്ങനെയുള്ള ആ ഗണേശൻ, അദ്ദേഹത്തിൻ്റെ മഹിമ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അദ്ദേഹം അനവധി അസുരന്മാരെ നിഗ്രഹിച്ചിട്ടുണ്ട്. ദേവന്മാർക്ക് അവരവരുടെ സ്ഥാനങ്ങളിൽ സ്വസ്ഥമായിട്ട് കഴിയാനുള്ള സാഹചര്യവും സന്ദർഭമൊക്കെ ഭഗവാനായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവരെ മുഴുവൻ സംരക്ഷിക്കുന്നത് ആ ഭഗവാനാണ്. ആ ഭഗവാൻ അനവധി അവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, സാധുക്കളെ രക്ഷിച്ചിട്ടുണ്ട്. ഓരോ യുഗത്തിലും ഗണപതിക്ക് വ്യത്യസ്ത നാമങ്ങളുണ്ട്. വാഹനവും വേറെയാണ്, കർമ്മം വേറെയാണ്, ഗുണം വേറെയാണ്. അതേപോലെ തന്നെ വ്യത്യസ്തരായിട്ടുള്ള അസുരന്മാരെ കൊന്നിരിക്കണ പറയും. ഇതിലൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ യുഗത്തിലും ഭഗവാന് നാമങ്ങൾ വേറെയാണ്, വാഹനം വേറെയാണ്. എല്ലാ യുഗത്തിലും മൂഷികനല്ല വാഹനം, അത് നമുക്കറിയാം. ഇപ്പം നമ്മൾ തന്നെ ഉപാസനാഖണ്ഡത്തിൽ ഒരു സ്ഥലത്ത് ഭഗവാൻ സിംഹത്തിൻ്റെ പുറത്ത് വരണേ കണ്ട് അല്ലേ. കൃതയുഗത്തിൽ സിംഹാരൂഢനായി 10 കൈകളുള്ളവനായിട്ട് വിനായകൻ എന്നുള്ള പേരിലാണ് ഭഗവാൻ അറിയപ്പെട്ടത്. തേജസ്സിൻ്റെ അഗ്നിയുടെ രൂപമുള്ള മഹാകായൻ, അതായത് വലിയ ശരീരത്തോട് കൂടിയവനായിട്ട് എല്ലാവരെയും വരം കൊടുത്ത് രക്ഷിച്ചു, ദുഷ്ടന്മാരെ വധിച്ചു. ത്രേതായുഗത്തിൽ ഭഗവാൻ മയിൽവാഹനായിരുന്നു, 6 കൈകളുള്ളവനായിരുന്നു, വെളുത്ത നിറമുള്ളവനായിരുന്നു.
അന്ന് അദ്ദേഹത്തിൻ്റെ പേര് മയൂരേശ്വരൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് നമ്മൾ നേരത്തെ മയിലാടുംതുറയാണെന്ന് പറയാൻ കാരണം. അദ്ദേഹത്തിൻ്റെ ആവിർഭാവം ഉണ്ടായ സ്ഥലമാണ് തമിഴ്നാട്ടിലെ മായൂരം അഥവാ മയിലാടുതുറ. ദ്വാപരയുഗത്തിൽ അദ്ദേഹത്തിന് രക്തവർണ്ണമായിരുന്നു. അന്നാണ് അദ്ദേഹം മൂഷികവാഹനനായത്. 4 കൈകളോട് കൂടിയിട്ട് ഗജാനൻ എന്നുള്ള പേരിൽ പൂജിക്കപ്പെട്ടവനായിരുന്നു. കലിയുഗത്തിൽ ധൂമ്രവർണ്ണനായി, പുകയുടെ നിറം, അതും ഒരുതരം ചൂടുള്ള പുക. അപ്പോൾ എങ്ങനെയുണ്ടാവും? കറുപ്പും ചുവപ്പും കലർന്നിട്ടുള്ളൊരു ശരീരം ഭഗവാന്റെ. കുതിരപ്പുറത്താണ്, അശ്വാരൂഢനായി 2 കൈകളോടെ ധൂമകേതു എന്ന പേരിൽ ഭഗവാൻ മ്ലേച്ഛന്മാരുടെയൊക്കെ സൈന്യത്തിനെ നശിപ്പിച്ച് ജനങ്ങളെ പാലിക്കണമെന്ന്. നിങ്ങൾ എൻ്റെ ഗ്രാമത്തിൽ കൽപ്പാത്തിയിൽ വന്നു കഴിഞ്ഞാൽ കുതിരപ്പുറത്തിരിക്കണ ഗണപതിയെ കാണാം. കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഗണപതിയെ കാണണമെങ്കിൽ കൽപ്പാത്തിക്ക് വന്നാൽ മതി. ചാത്തപുരത്തും മന്തക്കരയിലും 2 ക്ഷേത്രങ്ങളിൽ അതിസുന്ദരനായിട്ടുള്ള പ്രതാപിയായിട്ടുള്ള ചക്രവർത്തിയെ പോലെ ഇരിക്കുന്ന ഗണപതി ഭഗവാനെ കാണാം. ഭഗവാന്റെ കുതിര ഓടിച്ച് വന്നിട്ടുള്ള ഭക്ഷണമാണ് ഞാൻ ഇന്നലെ വിസ്തരിച്ചത്. 1000 ലഡ്ഡു, 1000 ആപ്പിള്, 1000 എന്താ പറയുക വലിയ കൊട്ടകങ്ങളിൽ സേവ, എന്താ പറയുക, പിന്നെ ഈ അപ്പം, അട, ഇങ്ങനെയൊക്കെ 1000-ൻ്റെ 2000, 1000 കണക്കണമൊക്കെ വലിയ വലിയ നമ്മൾ ഈ ചരക്കുകളിലാണ് കൊണ്ടുപോയിട്ട് ഭഗവാന്റെ മുന്നിൽ വയ്ക്കുക. അപ്പം അങ്ങനെ ഓരോ യുഗത്തിലും ഓരോ രൂപത്തിലും സ്വഭാവത്തിലും അവതരിച്ചിട്ട് ശിഷ്ടന്മാരെ രക്ഷിക്കുകയും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള കഥകൾ പറയാം. അംഗദേശത്തിൽ, അംഗദേശിച്ച അന്നത്തെ ബീഹാറിന്, അംഗദേശത്തിൽ ഒരു നഗരത്തിൽ രൗദ്രകേതു എന്ന് പേരുള്ളൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഒരിക്കൽ. അദ്ദേഹം വേദങ്ങളൊക്കെ നന്നായി പഠിക്കുകയും അഗ്നിഹോത്രം കൃത്യമായിട്ട് അനുഷ്ഠിക്കുകയും ചെയ്തിരുന്ന ഒരു മഹാത്മാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാരദ എന്ന പേരോട് കൂടിയിട്ട് ഒരു സൗഭാഗ്യവതിയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. അപ്സരസുകളെക്കാട്ടിലും സൗന്ദര്യം അവർക്കുണ്ടായിരുന്നു. കുറച്ചു കാലം ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ഗർഭം ആയി. അങ്ങനെ ഗർഭിണിയായിട്ട് ആ ഗർഭകാലത്ത് അവൾ ചോദിച്ച ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുത്തു ആ ബ്രാഹ്മണൻ. ചോദിക്കുന്നതൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ 9 മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് 2 കുട്ടികൾ, ഇരട്ടകൾ ജനിച്ചു, ആൺകുട്ടികൾ. കുട്ടികളുടെ അച്ഛൻ വളരെ സന്തോഷിച്ചു. ഗണപതി ഭഗവാനെ പൂജിച്ചിട്ട് ആ മാതാപിതാക്കന്മാർ അതാത് സമയത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഷോഡശ സംസ്കാരങ്ങളൊക്കെ ചെയ്യാൻ ആരംഭിച്ചു. ജാതകർമാദികളൊക്കെ ചെയ്തു. ബ്രാഹ്മണർക്ക് വസ്ത്രവും ദാനമൊക്കെ നൽകി അവരെ തൃപ്തിപ്പെടുത്തി. അഗതികൾക്ക് അന്നദാനം കൊടുത്തു. കുട്ടികൾക്ക് നല്ലൊരു പേരിടണം എന്ന് തീരുമാനിച്ചിട്ട് രൗദ്രകേതു ബ്രാഹ്മണരായിട്ടുള്ള ആചാര്യന്മാരുടെ അടുത്ത് പറഞ്ഞു, നല്ല 2 പേരുകൾ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഗ്രഹനില നോക്കി കുട്ടികളുടെ. പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ്, തോന്നണ മാതിരി ലുട്ടു ടുട്ടു പുട്ടു എന്നൊന്നും പേരിടില്ല. നേരെ നല്ലോണം ഗ്രഹനില നോക്കി ഏത് അക്ഷരങ്ങൾ പറഞ്ഞാലാണ് ആ ജാതകകാരന് ഗുണമുണ്ടാവുക എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടേ നാമം കൊടുക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ നാമം ചിലപ്പോൾ വിരുദ്ധമായിട്ട് ഭവിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതം തന്നെ മാറിപ്പോകും എന്നുള്ളത് പഴയ കാലത്തൊരു ശാസ്ത്രമായിരുന്നു. അങ്ങനെ ഈ പേരുകൾ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു നോക്കിയപ്പോൾ അവർക്ക് ആ ഗ്രഹനില നന്നായി മനസ്സിലായി. ഒരാൾക്ക് ദേവാന്തകെന്നും മറ്റേ ആൾക്ക് നരാന്തകെന്നും പേരിട്ടു. 2 നെഗറ്റീവ് പേരാ. ദേവന്മാരെ കൊല്ലണവൻ, മനുഷ്യരെ കൊല്ലണവൻ എന്നാണ് ഇട്ടത്. ദേവാന്തകെന്നും നരാന്തകെന്നും പേരിട്ടു. ഈ കുട്ടികൾ വളരാൻ തുടങ്ങി. പുരാണം പറയണത് അവർ മേരുപർവ്വതം പോലെയും മന്ദാരവൃക്ഷം പോലെയും വളർന്നു പന്തലിച്ചു എന്നാണ് പറയണത്. അവർ പോകുന്നിടത്തൊക്കെ വെയിറ്റ് കൂടി, ഭൂമി താഴണ പോലെ. അവരെവിടെ ചവിട്ടി നടന്നാലും അവർക്ക് അവരുടെ ശരീരഭാരം ഭൂമിക്ക് താങ്ങാൻ പറ്റാണ്ടായി. അങ്ങനെ ഭൂമിയെ പത്തി കൊണ്ട് ചുമക്കണ ആ ശേഷസർപ്പത്തിൻ്റെ തല കുനിഞ്ഞു പോകുന്ന വിധത്തിലായിരുന്നു അവരുടെ ഓരോ കാൽവെപ്പും. അവരിങ്ങനെ ചവിട്ടി പോകുമ്പോൾ കുലുങ്ങും. അപ്പോൾ തിരുമേനി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പ്രസാദം തരാൻ നടക്കുമ്പോൾ ഞങ്ങൾ വെത്തായിരുന്നു കുലുങ്ങും ഇവിടെ. അപ്പോൾ അതുപോലെ ഭൂമി കുലുക്കെടുത്ത വിധത്തിലാണ് അത്ര അവർ നടന്നുകൊണ്ടിരുന്നത്. അവർ നിവർന്ന് നിൽക്കുന്ന സമയത്ത് അവരുടെ ശിരസിൽ സൂര്യൻ മുട്ടണ പോലെ തോന്നിയിരുന്നു. അത്രയ്ക്കും ആജാനുബാഹുക്കളാണെന്നാണ് പറഞ്ഞു വരണത്. അത് പർവ്വതാകാരമായിട്ട് രാക്ഷസീയമായിട്ട് അവർ വളർന്നു. അങ്ങനെ ഒരുക്കിയിരിക്കുമ്പോൾ നാരദ മഹർഷി രൗദ്രകേതുവിൻ്റെ വീട്ടിൽ വന്നു. ഈ കുട്ടികളുടെ കീർത്തിയൊക്കെ കേട്ടിട്ടാണ് നാരദ മഹർഷി അവരെ കാണാൻ വന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ വളരണ പ്രായത്തിലാണ് അദ്ദേഹം ആദ്യം വന്നത്. അപ്പോൾ അന്ന് അവരെ പിടിച്ച് മടിയിലിരുത്താൻ പറ്റണ സൈസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് അവരുടെ മൂർധാവിലൊക്കെ ചുംബിച്ചിട്ട് അവരെ തലോടിയിട്ട് രൗദ്രകേതുവിൻ്റെ അടുത്ത് നാരദൻ പറഞ്ഞു, അങ്ങയുടെ മക്കളുടെ കീർത്തി കേട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭാവിയിൽ കൂടുതൽ അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ ഈ കുട്ടികൾ ചെയ്യാൻ പോകുന്നുണ്ട്. അവരെ കാണുമ്പോൾ അന്യർക്ക് പോലും സന്തോഷം ഉണ്ടാവുന്നുള്ള നിലയ്ക്ക് ആ ജന്മം കൊടുത്ത അച്ഛൻ്റെ സന്തോഷം പറയാൻ പറ്റില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ കേട്ട് വളരെ സന്തോഷമായി. നാരദൻ്റെ എന്നാണ് ഒരു നല്ല വാക്ക് കേൾക്കണം മക്കളെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു അവർക്ക് ദീർഘായുസ് ഉണ്ടാവാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു.
അങ്ങനെ നാരദൻ അവർക്ക് ദീർഘായുസ്സും വീരശൂര പരാക്രമികളുമായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു. മാത്രമല്ല സർവജ്ഞന്മാരാവട്ടെ, ശത്രുക്കളെയൊക്കെ അമർച്ച ചെയ്യണവരാവട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു. അങ്ങനെ മാതാപിതാക്കന്മാരുടെ ആ ഇരട്ടക്കുട്ടികളുടെയും ഗണപതിയോടുള്ള ഭക്തി കണ്ടിട്ട് അവർ പൊതുവിൽ എല്ലാ ദേവതകളെയും ആരാധിച്ചിരുന്ന ആൾക്കാരാണ്. അവർക്ക് നല്ല സംസ്കാരങ്ങളുണ്ടെന്ന് കണ്ടതുകൊണ്ട് പഞ്ചാക്ഷര മന്ത്രം, നമഃശിവായ എന്നുള്ള മന്ത്രം വിദ്യാമണ്ണം ഉപദേശിച്ചു കൊടുത്തു നാരദ മഹർഷി. അതുപയോഗിച്ചിട്ട് ശിവനെ ആരാധിക്കാൻ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് നാരദൻ പോയി. മക്കൾ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം മേടിച്ചിട്ട് ആ പഞ്ചാക്ഷര മന്ത്രം കൊണ്ട് ഭഗവാനെ തപസ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ മഹർഷി ചോദിക്കും, നരാന്തകനും ദേവാന്തകനും എവിടെ പോയിട്ടാണ് തപസ് ചെയ്തത്, എവിടെയാണ് അവർ വ്രതം അനുഷ്ഠിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ പറയും, അച്ഛനമ്മമാരുടെ അനുഗ്രഹം മേടിച്ചിട്ട് വ്രതാനുഷ്ഠാനങ്ങൾക്കായിട്ട് അവരൊരു കൊടുങ്കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. ധാരാളം ജലാശയങ്ങളും വള്ളിക്കുടിലുകളും വലിയ വലിയ വൃക്ഷങ്ങളുമായിട്ട് നിബിഡമായിട്ടുള്ള ഇടതൂർന്ന് നിൽക്കുന്ന ഒരു വനം. അങ്ങനെ അവർ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു കുന്നിൻ്റെ ചെരുവ് കണ്ടു. നല്ല ഭംഗിയുള്ള കുന്ന്. ആ കുന്നിൻ്റെ ചെരുവിൽ നല്ല തണലൊക്കെ ഉണ്ട്. ആ ചെരുവിലിരുന്നിട്ട് രണ്ടുപേരും ധ്യാനനിഷ്ഠരായിട്ട് ഭഗവാനെ മഹാദേവനെ ധ്യാനിച്ച് പഞ്ചാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ട് അനേകായിരം വർഷം തപസ്സനുഷ്ഠിച്ചു. ആഹാരങ്ങളിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തി. ശരീരസുഖം നോക്കിയില്ല. ഏകാഗ്രമായിട്ട് തപസ് ചെയ്തു. അനവധി കാലം തപസ് ചെയ്തപ്പോൾ ഭഗവാൻ 5 മുഖത്തോട് കൂടിയിട്ട് ത്രിലോചനായിട്ട് 15 കണ്ണുകൾ, 5 മുഖം, 10 കൈകൾ, അനവധി ദിവ്യായുധങ്ങളോടും കൂടിയിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. പഞ്ചാക്ഷരത്തിൻ്റെ ധ്യാനരൂപം തന്നെ അങ്ങനെയാണല്ലോ. ഭഗവാൻ ഒരു മുഖമൊന്നുമല്ല, മഹാദേവൻ 5 മുഖമാണ്. ഞാൻ ഇന്നലെയല്ലേ ചൊല്ലിയത്, ബിഭ്രദ്ധോർ വിഗൂഢാരം മൃഗമോ ഭയവരോ സുപ്രസന്നോ മഹേശ. അത് ഇന്നലെ. സർവാലങ്കാരദീപ്തോ സരസിച്ച നിലയോ വ്യാഘ്രചർമാത്തവാസ ധയോ മുക്താപരാഗാമൃതരസകലിതാദ്രിപ്രഭ പഞ്ചഭക്തസ്ത്രക്ഷകോടീരകോടീ ഘടിതദുഹിനരോ ശുഷ്കലാതുംഗമൗലി. ഭഗവാന്റെ രൂപത്തിനെ പഞ്ചാക്ഷരത്തിൻ്റെ നമഃശിവായുടെ ധ്യാന ശ്ലോകം ഇതാണ്. ഈ ശ്ലോകം അന്വേഷിച്ച് കണ്ടുപിടിച്ച് നെറ്റിലൊക്കെ ഉണ്ട്. അത്യാവശ്യം തെറ്റില്ലാണ്ട് തന്നെ ഇപ്പം നെറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. കാണാപ്പാടം പഠിക്കുന്നത് നല്ലതാണ്, നിത്യേന ജപിക്കാൻ. 3 പ്രാവശ്യം ആ ശ്ലോകം ചൊല്ലിയതിന് ശേഷം പഞ്ചാക്ഷരം കുറഞ്ഞത് 11 പ്രാവശ്യം, അല്ലെങ്കിൽ 36 പ്രാവശ്യം, അല്ലെങ്കിൽ 54 പ്രാവശ്യം, അല്ലെങ്കിൽ 108 പ്രാവശ്യം ചെല്ലുക. എന്നിട്ട് വീണ്ടും 3 പ്രാവശ്യം ഈ ധ്യാന ശ്ലോകം ചൊല്ലി നമസ്കരിക്കുക. സിമ്പിളായിട്ടുള്ളൊരു ജപ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ആ വൃഷഭാരൂഢനായിട്ടുള്ള ആ ഭഗവാന്റെ ശിരസ്സിൽ ചന്ദ്രക്കല ഇങ്ങനെ അലങ്കാരമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഭഗവാനെ അങ്ങനെ കാണാൻ പറ്റില്ല. അങ്ങനെ സാധാരണക്കാർക്ക് അധികം കാണാൻ പറ്റാത്ത മഹാദേവനെ കണ്ടപ്പോൾ ഈ ചേട്ടനും അനിയനും, ആ ചേട്ടനും അനിയനും പറയാൻ പറ്റില്ല, ഇരട്ടകൾ നരാന്തകനും ദേവാന്തകനും സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഭഗവാനെ ജയ ജയ ശങ്കര എന്ന് പറഞ്ഞിട്ട് സ്തുതിക്കാൻ തുടങ്ങി. അനവധി സ്തോത്രങ്ങളൊക്കെ ചൊല്ലി ഭഗവാൻ സംതൃപ്തനായി. അവരെ അനുഗ്രഹിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, നോക്കൂ ഉമയും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട്, സാംബശിവനായിട്ടാണ് വന്നിരിക്കണത് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ അമ്മയുണ്ട് കൂടെ. ദേവിയോട് കൂടിയിട്ടാണ് അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നത്. ഭഗവാൻ ദേവിയോട് കൂടിയിട്ട് അനുഗ്രഹിക്കാൻ വരുമ്പോൾ അതിന് പവർ കൂടും എപ്പോഴും. കൃഷ്ണൻ്റെ മുന്നിൽ ജാമ്പവതിയും ഭഗവാനും തപസ് ചെയ്യുമ്പോഴും സാമ്പനായിട്ടാണ് വരണത്. ചില സ്ഥലങ്ങളിലൊക്കെ ഭഗവാൻ അങ്ങനെയാണ്, ഒറ്റയ്ക്ക് വരില്ല, അമ്മയും കൂട്ടിയിട്ടാണ് വരിക. അത് വളരെ വിശേഷമായിട്ടാണ് പറയുക. അപ്പോൾ അത്രയും പ്രിയമാണ് ഇവരുടെ തപസ്, അത്രയും ഭഗവാൻ ഇഷ്ടപ്പെട്ടു എന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ നരാന്തകനും ദേവാന്തകനും വരമായിട്ട് ചോദിച്ചത്, പ്രപഞ്ചത്തിൽ ഇന്നുള്ള ഒരു ജീവജാലത്തുനിന്ന് പോലും ഞങ്ങൾക്ക് മൃത്യുഭയം ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞത്. ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ജന്തുവർഗ്ഗങ്ങളും കൃമികീടങ്ങളും ഒന്നും ഞങ്ങളെ കൊല്ലരുത് എന്ന് പറഞ്ഞു. മാത്രമല്ല 3 ലോകങ്ങളുടെയും സർവാധിപത്യം ചോദിച്ചു. മഹാദേവൻ സന്തുഷ്ടനായിട്ട് സകലതും കൊടുത്തു, ചോദിച്ചതൊക്കെ കൊടുത്തു. ഭഗവാന്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ, ഭഗവാന് സന്തോഷം വന്നാൽ പിന്നെ കണ്ണും മൂക്കില്ലാണ്ട് വരം കൊടുക്കും. അത് ഭഗവാന്റെ ഒരു സ്വഭാവമാണ് അല്ലേ. ഇരയമ്പൻ തമ്മിയുടെ ദക്ഷയാഗം കഥകളി ആട്ടക്കഥയിൽ ഒരു വരിയുണ്ട്, സന്തോഷിച്ചാൽ ഈശൻ സന്താനശാഖി പോൽ, കോപിച്ചാൽ കൽപ്പാന്താനലൻ പോലെ. ദദീജി മഹർഷി ദക്ഷൻ്റെ അടുത്ത് മുന്നറിയിപ്പ് കൊടുക്കണതാണ്. സന്തോഷിച്ചാൽ കൽപ്പവൃക്ഷം പോലെയാണ്, ചോദിച്ചൊക്കെ തരും. കോപിച്ചാൽ കൽപ്പാന്തകാലത്തിലെ തീ പോലെയാണ്, പ്രളയത്തീയാണ് എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് മരുമകനാണെന്ന് വിചാരിച്ചിട്ട് അഹങ്കാരം കാണിക്കരുത് ദക്ഷ എന്ന് പദം കഥകളിയിൽ അത് ആടാറുണ്ട്. ആ പദം അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് വരും വരായിക നോക്കാണ്ട് അദ്ദേഹം സർവ്വസ്വാതന്ത്ര്യവും മരണഭയമില്ലായ്മയും കൊടുത്തു അവർക്ക്. അങ്ങനെ സ്ഥിരമായിട്ട് കുറേ കാലമായി തപസ് ചെയ്ത് സഫലമാക്കിയതിന് ശേഷം ആ അനുഷ്ഠാനത്തെ സഫലമാക്കിയിട്ട് അവർ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. മക്കളുടെ ആ വലിയ അച്ചീവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മക്കളങ്ങനെയല്ലേ, മക്കൾ ഡിഗ്രിയൊക്കെ എടുത്തിട്ട് വന്നാൽ അല്ലെങ്കിൽ ട്രോഫിയൊക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺഗ്രാജുലേഷൻസ് പറയും, പാർട്ടി കൊടുക്കും, ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ സന്തോഷം പങ്കിടുക. അപ്പോൾ ഇവർ വന്നിട്ട് ഞങ്ങൾ കിട്ടേണ്ടത് കിട്ടി, ഞങ്ങൾ മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തി, അച്ഛനമ്മമാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യമാണ് മക്കൾക്ക് കിട്ടി. അങ്ങനെ
അവരെല്ലാവരും വളരെ സന്തോഷിച്ചു. ആ അമ്മ അവരെ പ്രത്യേകമായിട്ട് ലാളിക്കുകയും മാത്രമല്ല അവൻ്റെ സന്തോഷമായിട്ട് അനവധി അന്നദാനം നടത്തി, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു. ഇങ്ങനെ ഒന്നാമത്തെ രാത്രി വീട്ടിലെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം രാവിലെ ദേവാന്തകനും നരാന്തകനും എഴുന്നേറ്റു. വരം കിട്ടിയതിൻ്റെ നെക്സ്റ്റ് ഡേ, വീട്ടിലെത്തിയതിൻ്റെ നെക്സ്റ്റ് ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഗുരുജനങ്ങളെയൊക്കെ പൂജിച്ച് ദേഹശുദ്ധിയൊക്കെ ചെയ്ത് കുളിച്ച് ദേവന്മാരെ തൊഴുതതിന് ശേഷം അവർ തെക്ക് പടിഞ്ഞാറൻ ദിക്കിലേക്ക് യാത്ര തുടങ്ങി. വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ബ്രാഹ്മണ പൂജയൊക്കെ ചെയ്തിട്ടുള്ള അവർ ഈ വിധത്തിൽ ആലോചിച്ചു, നമുക്ക് വരബലം കിട്ടി. ആ ഒരു നിമിഷം മൂത്ത് ജനിച്ച ആളിന് ദേവാന്തകൻ, അതായത് ഏട്ടൻ എന്ന് വിളിക്കാം. നരാന്തകൻ അടുത്ത് ഒരു മിനിറ്റ് കഴിഞ്ഞ് ജനിച്ച ആളാണ്. അപ്പോൾ പറയും, നരാന്തക നമുക്കൊരു കാര്യം ചെയ്യാം, ശിവൻ്റെ വരം കിട്ടിയിട്ടുണ്ടല്ലോ, അത് രണ്ടു പേർക്കും ഒരാൾ ശ്രമിച്ചാൽ നമുക്ക് കുറച്ച് കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ, രണ്ടുപേര് ശ്രമിച്ചാൽ കൂടുതൽ കാര്യം ചെയ്യാം. അതുകൊണ്ട് ഞാൻ പോയി സ്വർഗലോകം കീഴടക്കാം, നീ പോയിട്ട് മൃത്യുലോകവും പാതാള ലോകവും കീഴ്പ്പെടുത്തണം. മഹാദേവൻ്റെ വരം ഉള്ളതുകൊണ്ട് അത് നമുക്ക് വളരെ എളുപ്പമാണ്. ഇങ്ങനെ തീരുമാനിച്ചിട്ട് നമുക്ക് ഒരു നല്ല മുഹൂർത്തം നോക്കാം, ഇപ്പം നമുക്കിത് ഡിസൈഡ് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് കവടി നിരത്തി നോക്കി, നല്ല മുഹൂർത്തം കണ്ടു. ബുദ്ധിയുള്ളവരാണ്. നല്ല മുഹൂർത്തം നോക്കിയിട്ട് ഒരാൾ സ്വർഗത്തിനെയും മറ്റേ പാതാളത്തിനെയും മൃത്യുലോകത്തിനെയും ആക്രമിച്ചു. അങ്ങനെ ആദ്യം സ്വർഗത്തിൽ പോയ ആൾ അവിടെ ചെന്നിട്ട് ഇന്ദ്രൻ്റെ ഉദ്യാനം തല്ലി തകർത്തു. ഇന്ദ്രൻ്റെ ഉദ്യാനം തല്ലി തകർത്തു. അമരാവതിയിൽ ഉദ്യാനം തകർത്തതിന് ശേഷം ഇന്ദ്രൻ്റെ മുന്നിലെത്തി. ദേവന്മാർ 4 വശത്തേക്ക് ഓടി അയാളെ പിടിച്ചു കെട്ടണം എന്നൊക്കെ പറഞ്ഞു. ഒരു മനുഷ്യൻ ഇത്ര ധിക്കാരത്തോടുകൂടി സ്വർഗത്തിലേക്ക് വന്നിരിക്കണമല്ലോ, ദേവന്മാരെ ഒരു വിലയില്ലാണ്ടായോ എന്ന് ചോദിച്ചു. അങ്ങനെ അയാൾക്ക് നേരെ ദേവന്മാരുടെ സൈന്യം ചെന്നു. പക്ഷെ അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് നിസ്സാരക്കാരനല്ല. കാരണം സാക്ഷാൽ മഹാദേവൻ്റെ വരാണ്, അവനെ ശക്തി കൊടുക്കണമെന്ന് അവർക്ക് മനസ്സിലായില്ല. അവൻ്റെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവനെ വാളോണ്ട് വെട്ടാൻ പറ്റില്ല, കൈ ഉയർത്തിയാൽ കൈ തളർന്നു പോകും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ വിധത്തിൽ എല്ലാവരും നിഷ്പ്രഭരായിപ്പോയി. ഇന്ദ്രൻ ശരിക്കും ഭയന്നു. അദ്ദേഹം വജ്രായുധം എടുത്തു കൊണ്ടുവന്ന് ഐരാവതത്തിൻ്റെ പുറത്ത് കയറി. വജ്രായുധം എന്ന് പറഞ്ഞാൽ ഇടിമിന്നലാണ്. നമ്മൾ കരുതുന്ന മാതിരി ഇരുമ്പോണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ആയുധമൊന്നുമല്ല. ഇടിമിന്നലെടുത്തിട്ട് ഒരുത്തൻ്റെ തലയ്ക്ക് കൊടുത്താൽ എന്താ സ്ഥിതി? ആ ഇടിമിന്നലെടുത്തിട്ട് വെറും ഒരു മനുഷ്യനോടാണ് നിങ്ങൾ ഈ പേടിച്ചോടുന്നത് എന്നൊക്കെ ഇന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്ത് കയറിയിട്ട് പേടിച്ചോടുന്ന ദേവന്മാരോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ദേവന്മാർ പലരും മനസ്സിൽ വിചാരിച്ചു, ചെല്ല് കാണാം, ഞങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് അവരോടി. അങ്ങനെ ഇന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്ത് കയറിയിട്ട് ഈ ദേവാന്തകൻ്റെ മുന്നിലെത്തി. ദേവാന്തകൻ്റെ മുന്നിലെത്തിയപ്പോൾ ഇന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞു, മഹേശ്വരൻ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു വരമുണ്ട്, അതുകൊണ്ട് നിൻ്റെ വജ്രായുധം എനിക്ക് വെറും പുല്ലാണെന്ന് പറഞ്ഞു. തൻ്റെ പേര് ദേവാന്തകൻ എന്നാണെന്നും അത് എൻ്റെ അച്ഛനമ്മമാർ അറിഞ്ഞിട്ടതാണ് എനിക്ക് എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇന്ദ്രൻ എത്രയോ ശക്തന്മാരായിട്ടുള്ള 100 കണക്കിനോ 1000 കണക്കിനോ അസുരന്മാരെ വജ്രായുധം കൊണ്ട് കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, എൻ്റെ വജ്രായുധം തട്ടിയാൽ നീ ഭസ്മമായി പോവും, അതുകൊണ്ട് നിൻ്റെ ഈ വരം കൊണ്ടുള്ള അഹങ്കാരം നിന്നെ രക്ഷിക്കില്ല, വരവും നിന്നെ രക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ വജ്രായുധം കൊണ്ട് ആഞ്ഞു വെട്ടി. പക്ഷെ വജ്രായുധം പൊടിഞ്ഞ് ഭസ്മമായിപ്പോയി. വജ്രായുധം പൊടിഞ്ഞ് ഭസ്മമായിപ്പോയി. അത് കണ്ടതോടുകൂടി ഇന്ദ്രൻ്റെ സപ്തനാഡികളും തളർന്നു. ഇനി എന്താ ചെയ്യുക? കയ്യും കാലും തളർന്ന അവസ്ഥയായി. യുദ്ധത്തിന് തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ മുഷ്ടിയുദ്ധം തുടങ്ങി. മുഷ്ടിയുദ്ധം തുടങ്ങി നിൽക്കുമ്പോൾ, ആരംഭിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുമ്പോൾ എല്ലാ ദേവന്മാരുടെ അടുത്തും വാ, ഒന്നിച്ചു വാ, ഞാൻ ഒറ്റയ്ക്ക് നേരിട്ട് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ദേവേന്ദ്രനെ കളിയാക്കി. എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് യുദ്ധം ചെയ്താലും എനിക്ക് ഒന്നുമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ചീറിയെടുത്തു അദ്ദേഹത്തിൻ്റെ നേരെ. അദ്ദേഹം ഓരോരുത്തരെയായിട്ട് കശക്കിയും ഒടിച്ചും പൊടിച്ചും തവിട് പൊടിയാക്കാൻ തുടങ്ങി. അങ്ങനെ അനവധി പേരെ അദ്ദേഹം അംഗവൈകല്യമുള്ളവരാക്കി കളഞ്ഞു. കൊന്നൊടുക്കി തന്നെ പറയാം. ചിലരെ തൂക്കിയെടുത്ത് ചുഴറ്റി നിലത്തേക്കെറിഞ്ഞു, ചിലരുടെ കാൽമുട്ടുകൾ തല്ലി തകർത്തു, ചിലരുടെ കൈകൾ വളച്ചൊടിച്ചു, വെട്ടിക്കളഞ്ഞു. ഇങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള രക്തപ്പുഴ അദ്ദേഹം അമരാവതിയിൽ ഒഴുക്കി. ചിലരുടെ തുട ചതഞ്ഞിട്ട് ഓടാൻ പോലും പറ്റാതെ വേദനിച്ചിട്ടും വേച്ചിട്ടും വീണിട്ടും പോയവരെയൊക്കെ പുറകെ നടന്നിട്ട് അദ്ദേഹം ചവിട്ടും അടിക്കുകയും ചെയ്ത് അവരെയും വധിച്ചു കളഞ്ഞു. അവസാനം ദേവന്മാർ തോറ്റു എന്ന് സമ്മതിച്ചു. ഒറ്റയ്ക്ക് ദേവാന്തകൻ സ്വർഗത്തെ മുഴുവൻ കീഴടക്കി. അങ്ങനെ അമരാവതിയുടെ അധീശനായിട്ട് അവിടെ ഇരുന്ന് ഭരണം തുടങ്ങി. പരാജിതരായിട്ടുള്ള ആ ദേവന്മാർ സത്യലോകത്ത് പോയിട്ട് ബ്രഹ്മാവിനെ കണ്ടു.
അദ്ദേഹം നേരെ മഹാവിഷ്ണുവിനെ കാണാനായിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയി. ദേവന്മാരിൽ ഇനി ആരെയും ജയിക്കാനില്ല തനിക്കെന്ന് ദേവാന്തകന് മനസ്സിൽ തോന്നി. അങ്ങനെ അമരാവതിയിൽ അജാതശത്രുവായിട്ട്, ശത്രുക്കളില്ലാത്തവനായിട്ട് വാണു എന്നാണ് പറയണം. അദ്ദേഹം പല ദിക്കുകളിലേക്കും ലോകപാലകന്മാരായിട്ടുള്ള മറ്റ് ദേവതകളെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സാമന്തന്മാരെ പോലെ, കീഴിലുള്ള ഭരണാധികാരികളെ പോലെ നിങ്ങൾ വേണ്ട മാതിരിയൊക്കെ ഭരിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് കൽപ്പന കൊടുത്തു. ഈ സമയത്ത് വ്യാസമഹർഷി ചോദിക്കും, ദേവാന്തകൻ്റെ കഥ അങ്ങ് പറഞ്ഞു, നരാന്തകൻ്റെ കഥ എന്താണെന്ന് ചോദിക്കും. നരാന്തകൻ അസുരന്മാരെ കൂട്ടുപിടിച്ചിട്ട് ഭൂമിയിൽ ചെന്നിട്ട് ആദ്യം രാജാക്കന്മാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ചിലരെയൊക്കെ കൊന്നു. സൈന്യത്തിൻ്റെ കണ്ണുപെട്ടിട്ടുള്ള ഏതൊക്കെ ദിക്കുകളുണ്ടോ വെറുതെ ഇങ്ങനെ നോക്കിയാൽ നമുക്കിന്ന് അങ്ങോട്ട് സൈന്യം പോവാം. അങ്ങനെ ആ ദിക്കിലുള്ള കംപ്ലീറ്റ് രാജ്യങ്ങളൊക്കെ പിടിക്കും. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. ഇങ്ങനെ എങ്ങോട്ട് നോക്കണോ രാവിലെ എണീച്ചിട്ട് അങ്ങോട്ട് പടം നയിക്കുക, എന്നിട്ട് അവരെയൊക്കെ പിടിക്കുക. അങ്ങനെ ഒരു വലിയ ഭൂമണ്ഡലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കയ്യിലായി. എല്ലാവരും തോൽവി സമ്മതിച്ചു. അഭയം ചോദിച്ചവരെ അതാത് സ്ഥാനങ്ങളിൽ ജീവിക്കാൻ അനുവദിച്ചു. എതിർത്തവരെ മുഴുവൻ കൊന്നു. മാത്രമല്ല എല്ലാവരിൽ നിന്നും വലിയ തുകകൾ കപ്പമായിട്ടും കരമായിട്ടും ടാക്സായിട്ട് പിരിക്കാൻ തുടങ്ങി. കൊല്ലപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരുടെ മക്കളെയൊക്കെ അതാത് രാജ്യങ്ങളിൽ രാജാക്കന്മാരായിട്ട് നിർത്തിയിട്ട് പറഞ്ഞു, അടങ്ങി ഒതുങ്ങി മിണ്ടാണ്ടിരുന്ന അച്ഛന്മാരുടെ ഗതി വരില്ല, എനിക്ക് മാസാമാസം ഇത്ര ഉറുപ്പ്യ വെച്ചിട്ട് തന്നോളണം, ഇത്ര പൈസ വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട് അത് മേടിക്കും. അങ്ങനെ പണം ഉണ്ടാക്കുക എന്നുള്ളതിനാണ് അദ്ദേഹം പ്രാമുഖ്യം കൊടുത്തത്. ഇനി ചില സ്ഥലങ്ങളിൽ മനുഷ്യർ വേണ്ട ഭരിക്കാമെന്ന് പറഞ്ഞിട്ട് തൻ്റെ ഇഷ്ടക്കാരായിട്ടുള്ള ചില അസുരന്മാരെ നിയമിച്ചു. കേരളമൊക്കെ അതിൽ പെട്ട സ്ഥലമായിരുന്നു തോന്നുന്നു ആ കാലത്ത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഭരണം അവിടെ വെച്ചു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ സമുദ്രം കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ള ഭൂമണ്ഡലം മുഴുവൻ നരാന്തകൻ്റെ അധീനതയിലായി. മഹർഷിമാർ പർവ്വതങ്ങളുടെ ഗുഹകളുടെ ഉള്ളിൽ പോയിട്ട് ഒളിച്ചു. വേദപഠനം പോലും ചെയ്യാൻ പറ്റാണ്ടായി. ഹോമങ്ങളില്ലാണ്ടായി. ബ്രാഹ്മണരൊക്കെ വേദജപം നിർത്തിവെച്ചു. ഒരു സൽക്കർമ്മവും നടക്കാണ്ടായി. എവിടെയും അന്നദാനവുമില്ല. വിശക്കണവർക്ക് ഭക്ഷണമില്ല, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രമില്ല, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടമില്ല, ഒന്നുമില്ല. പണം മാത്രം അങ്ങോട്ട് ഭരണകൂടം മേടിച്ചുകൊണ്ടിരുന്നു. ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ല. ഇങ്ങനെ ഭൂമിയെ കീഴ്പ്പെടുത്തി ഒരു പരിവാക്കിയപ്പോൾ മൂപ്പർക്ക് അടുത്ത് പാതാളം ലിസ്റ്റിലുണ്ട്, എന്നാൽ ശരി ഇനി പാതാളത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് മായാവിദ്യ കൊണ്ടുള്ള കഴിവുകൾ, അനവധി മായാവിദ്യകൾ കാണിക്കാൻ പറ്റുന്ന അസുരന്മാരെ വിളിച്ചിട്ട് ഗരുഡൻ്റെ രൂപം എടുത്തു ഇവരെല്ലാവരും. ആ ഗരുഡൻ്റെ രൂപത്തിൽ നാഗലോകത്തേക്ക് ചെന്നിട്ട് പാതാളം നാഗങ്ങളുടെ കയ്യിൽ അവരെ മുഴുവൻ കൊത്തി കീറി കൊല്ലാൻ തുടങ്ങി. യഥാർത്ഥ ഗരുഡനായിട്ടല്ല, മായാഗരുഡനായിട്ട് ചെന്നിട്ട് കൊല്ലാൻ തുടങ്ങി. നാഗകന്യകളെയൊക്കെ അടിമകളാക്കി. വിശിഷ്ടമായിട്ടുള്ള വസ്ത്രങ്ങൾ, നാഗലോകത്ത് അനവധി വിശിഷ്ട രത്നങ്ങളും വസ്ത്രങ്ങളൊക്കെ ഉള്ള ലോകമാണ് പാതാളം. അത് മുഴുവൻ കൈവശപ്പെടുത്തി. മുത്തുകൾ, പവിഴങ്ങൾ, രത്നങ്ങൾ ഇതൊക്കെ പിടിച്ചു വാങ്ങി. നാഗമാണിക്യങ്ങൾ അസംഖ്യം സംഭരിച്ചു വെച്ചു. വർഷം തോറും അവരിന്നും ഒരു നിശ്ചിത പൈസ പിരിക്കാൻ ഏർപ്പാടാക്കി. നാഗങ്ങളും കപ്പം കൊടുക്കണം. അങ്ങനെ അവിടെയും തൻ്റെ ഇഷ്ടക്കാർ കുറേ ആൾക്കാരെ നിയമിച്ചു. ഗവർണർമാരായിട്ടും മേലധികാരികളായിട്ടും അവിടെ നിയമിച്ചു. അങ്ങനെ ആ പരാക്രമം കാണിച്ചിട്ട് മൂപ്പർക്ക് തോന്നി, കുറേ കാലമായി ചേട്ടനെ കണ്ടിട്ട്, എൻ്റെ ചേട്ടനിപ്പോൾ എന്താണോ ചെയ്യണം, അദ്ദേഹത്തിന് അറിയിക്കണം, ഞാനിതൊക്കെ നേടിയെന്ന് അറിയണ്ടേ, ചേട്ടനും ദേവലോകത്ത് ഇരിക്കേണ്ടതെന്നൊരു ന്യൂസ് കിട്ടി. അങ്ങനെ അദ്ദേഹം ചേട്ടൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ വിളിച്ചറിയിച്ച് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ബേഷ് ഗംഭീരായി, ഞാൻ നിൻ്റെ അവിടേക്ക് വരാം, നീ എൻ്റെ അവിടേക്ക് വാ. അങ്ങനെ അന്യോന്യം സന്ദർശനങ്ങളൊക്കെ അവർ തുടങ്ങി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 3 ലോകത്തിൻ്റെയും ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണാധികാരികളായിട്ട് അവർ മാറി. ഇങ്ങനെ ബ്രഹ്മദേവൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഇവരുടെയൊക്കെ നാശം എങ്ങനെയാണ് ഉണ്ടായതെന്ന് വ്യാസൻ ചോദിക്കും. ഇവരെ ജയിക്കാൻ സാധിക്കില്ലല്ലോ, മഹാദേവൻ ഈ വിധത്തിലുള്ളൊരു വരല്ലേ അവർക്ക് കൊടുത്തത്, അതിനു വേണ്ടിയിട്ട് ഏത് അവതാരമാണ് ഗണപതി ഭഗവാൻ എടുത്തത് എന്ന് ചോദിക്കും. അപ്പോൾ ബ്രഹ്മദേവൻ വ്യാസൻ്റെ അടുത്ത് പറയാം, എൻ്റെ മാനസപുത്രനായിട്ടുള്ള കശ്യപൻ ഭയങ്കര ബുദ്ധിശാലിയായിരുന്നു. അദ്ദേഹം പുണ്യവാനും ധർമ്മശീലനും അതേപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ജയിച്ചിട്ടുള്ളൊരു ഋഷിയായിരുന്നു. എല്ലാ ജീവജാലങ്ങളോടും അവന് കാരുണ്യമുണ്ട്. അവൻ അനവധി ജീവജാലങ്ങളുടെയും പിതാവും കൂടിയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ത്രികാലജ്ഞാനം വളരെയധികം ഉണ്ടായിരുന്നു. വരാൻ പോകുന്ന കാലത്തെ കാര്യങ്ങളും കഴിഞ്ഞു പോയ കാലത്തെ കാര്യങ്ങളൊക്കെ കണ്ണൊന്നടച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്വർണ്ണമാണെങ്കിലും വെറും മണ്ണാണെങ്കിലും അവൻ ഒരേപോലെയാണ്, അത്യാഗ്രഹമില്ല, എല്ലാറ്റിലും ബ്രഹ്മവസ്തുവിനെ കാണുന്നവനാണ്. എന്നാൽ അതേസമയം തന്നെ സ്വന്തം തപസ്സുകൊണ്ട് എന്തും നേടാൻ കഴിയുന്ന ആളുമാണ്. അവൻ്റെ പത്നിമാരിൽ മൂത്തവളായിട്ടുള്ള അതിഥി ഏറ്റവും ലക്ഷണങ്ങളുള്ള ഉത്തമയായിട്ടുള്ളൊരു സ്ത്രീയാണ്. ദേവന്മാരെ പ്രസവിച്ചത് അവളാണ്, സൂര്യനെ പ്രസവിച്ചതും അവളാണ്.
ആയിരന്നാവുള്ള അനന്തന് പോലും അവളുടെ മഹിമ വർണ്ണിക്കാൻ പറ്റില്ല. പാതിവൃത്യത്തിൻ്റെ തേജസ് കൊണ്ട് വേണമെങ്കിൽ 3 ലോകത്തിനെയും ഭസ്മമാക്കാൻ കഴിവുള്ള അമ്മയാണ് അതിഥി. അതിഥിയുടെ പയോവ്രതം നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. വാമനനെ പ്രസവിക്കുന്നത് അതിഥിയാണ്, വാമനൻ്റെ അമ്മയാണ്. ഭഗവാൻ ജനിച്ചത് അതിഥിയുടെ പുത്രനായിട്ടാണ്. അപ്പം അങ്ങനെ ഇന്ദ്രാദികളായിട്ടുള്ള ദേവന്മാർക്കൊക്കെ ജന്മം കൊടുത്തത് അവളാണ്. അവൾ തന്നെയാണ് മൂലപ്രകൃതി. ഗണേശപുരാണത്തിൽ അതിഥി മൂലപ്രകൃതിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും, അവളൊരിക്കൽ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു കാര്യം അങ്ങയോട് പറയട്ടെ, അതിന് അങ്ങ് ഉത്തരം തരണം. സദാചാരനിരതകളായിട്ടുള്ള സ്ത്രീകൾക്ക് അറിവ് നേടാൻ ഭർത്താക്കന്മാരോട് ചോദിക്കുകയാണ് മാർഗം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ പറയും. അപ്പം നീ പറഞ്ഞ് ചോദിക്കൂ, നീ എന്താ വേണം നിനക്ക് അറിയേണ്ടതെന്ന് പറയുമ്പം, ഇന്ദ്രാദികളായിട്ടുള്ള ദേവഗണങ്ങളൊക്കെ നമ്മുടെ മക്കളാണ്. പക്ഷേ പരമാത്മാവായിട്ടുള്ള ഈശ്വരൻ എന്നാണ് എനിക്ക് മകനായിട്ട് വരിക. അന്ന് മാത്രമേ എനിക്ക് അമ്മ എന്നുള്ള നിലയ്ക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കണു, അതിനുള്ള ഉപായം പറഞ്ഞു തരണം. അങ്ങനെ പരമാത്മാവെൻ്റെ മകനായിട്ട് മാറിയാൽ മനസ്സിന് ഒരു തൃപ്തി ഉണ്ടാവും. അപ്പോൾ അത് കേട്ടപ്പോൾ കാശ്യപൻ പറഞ്ഞു, ശരിയാണ്, ശ്രേഷ്ഠയായിട്ടുള്ള ആളാണ് നീ, നിനക്ക് അതിനുള്ള അർഹതയുണ്ട്. ദാഹിക്കണവൻ എങ്ങനെയാണോ വെള്ളം, അതേമാതിരി ഭക്ഷണം വിശക്കണവൻ എങ്ങനെയാണോ അതുപോലെ നിൻ്റെ ഈ ഒരു ആഗ്രഹം എനിക്കും മനസ്സിന് വലിയ സന്തോഷം തരുന്നു. എനിക്കും പരമാത്മാവിൻ്റെ അച്ഛനാവണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പുണ്യമില്ലാണ്ട് ഭഗവാൻ ഒരിക്കലും നമ്മുടെ പുത്രനായിട്ട് ജനിക്കില്ല. അതുകൊണ്ട് ഒരു ഉപായം ഞാൻ പറയാം. നീ പുത്രനാകണ ആഗ്രഹിക്കുന്ന ഏതൊരു വസ്തുവുണ്ടോ അതിന് വാസ്തവത്തിൽ രൂപമില്ല. അതാണല്ല, പെണ്ണല്ല, മനുഷ്യനല്ല, ദേവനല്ല, അസുരനല്ല, നിറവുമില്ല, ഗുണമില്ല, മണമില്ല. അത് വെളിച്ചുമല്ല, ഇരുട്ടുമല്ല, ചൂടുമല്ല, തണുപ്പുമല്ല. നിർവികാരനും നിരാകാരനും നിർഗുണനുമാണ്, ബ്രഹ്മമാണ്, ബോധവസ്തുവാണ്. അതിന് നമ്മളൊരു രൂപം ഉണ്ടെന്ന് പറയണമെന്നേ ഉള്ളൂ. ശിവൻ്റെ രൂപത്തിലും വിഷ്ണുവിൻ്റെ രൂപത്തിലും ഗണപതിയുടെ രൂപത്തിലും അല്ലെങ്കിൽ അമ്മയുടെ രൂപത്തിലും ഒക്കെ നമ്മൾ ആരാധിക്കണമെന്ന് മാത്രം. അതൊക്കെ മായയ്ക്ക് അതീതമാണ്. എന്നാൽ അത് മായയുടെ കാരണവുമാണ്. മായ കൊണ്ട് മറ്റുള്ളവരെ അത് പ്രവർത്തിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒന്നിനെ ആകാരത്തോട് കൂടിയിട്ട് ശരീരത്തോട് കൂടിയിട്ട് പ്രസവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വളരെയധികം പുണ്യം വേണം. ഇല്ലെങ്കിൽ അത് താഴോട്ടേക്ക് ഇറങ്ങി വരില്ല. എന്ത് ഈ താഴോട്ടേക്ക് ഇറങ്ങി വരിക? അവതാരം. അവതാരച്ചാൽ നക്ഷത്രമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നർത്ഥം. താഴോട്ടേക്ക് വരില്ല എന്ന്. അത് കേട്ടപ്പോൾ അതിഥി പറയും, ഇതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താ ധ്യാനിക്കേണ്ടത്, എന്താ അനുഷ്ഠാന ചെയ്യേണ്ടത്, എന്ത് മന്ത്രമാണ് ഞാൻ ജപിക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേട്ടിട്ട് കശ്യപൻ പഞ്ചാക്ഷര മന്ത്രം ചതുർത്ഥ്യന്തായിട്ട് നമോന്തത്തോടെ അവസാനത്തിൽ വരുന്നത് പോലെ ഉപദേശിച്ചു കൊടുത്തു. അതായത് നമശിവായ എന്നുള്ളത് തിരിച്ചു വയ്യ, ശിവായ നമ. ചതുർത്ഥ്യന്തായിട്ട് വെച്ചാൽ നമശബ്ദം അവസാനം വരിക. അല്ലെങ്കിൽ ഗണപതയേ നമ എന്ന് പറയുന്നത് പോലെ അവസാന ഭാഗത്തേക്ക് വരുന്ന വിധത്തിൽ ഉപദേശമായിട്ട് കൊടുത്തു. ഇത് എല്ലാ പുരസ്ചരണത്തിന് വേണ്ട എല്ലാ ക്രമങ്ങളും പറഞ്ഞു കൊടുത്തു. ധ്യാനം, ന്യാസം, അതുമാതിരി ഹോമം ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട് അതിഥി വളരെ സന്തുഷ്ടയായിട്ട് ഭർത്താവായിട്ടുള്ള ആ കശ്യപനെ നമസ്കരിച്ച് പൂജിച്ചു. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് തപസ്സനുഷ്ഠിക്കാൻ ഏകാന്തതയോടു കൂടിയിട്ട് വനത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞു. കശ്യപൻ ഉപദേശിച്ചു കൊടുത്ത മന്ത്രം ഗണപതി ഭഗവാന്റെ ചതുർത്ഥ്യന്ത മന്ത്രമാണ്. ഞാൻ പഞ്ചാക്ഷരമാണോ എന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാൻ മാറി പറഞ്ഞു. പഞ്ചാക്ഷര എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. ശിവായ നമ, നാരായണായ നമ എന്ന് പറഞ്ഞിട്ട് അന്നാമ അവസാനം വരണ വിധത്തിലുള്ള ഒരു മന്ത്രമാണ് ഉപദേശിച്ചു കൊടുത്തത്. അതിഥി വനത്തിലെത്തിയിട്ട് കുളിച്ച് ശുദ്ധമായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് മനസ്സിനെയൊക്കെ സ്റ്റഡിയാക്കി ആ തപസ്സിന് ഉചിതമായിട്ടുള്ളൊരു പ്രദേശം കണ്ടെത്തി അവിടെ പത്മാസനത്തിലിരുന്ന് മന്ത്രം ജപിക്കാൻ തുടങ്ങി. ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് വിനായകനെ നിരാഹാരമായിട്ട് വായു മാത്രം ഭക്ഷിച്ചിട്ട് ജപവും ധ്യാനവും മാത്രം ചെയ്തുകൊണ്ട് അനവധി കാലം തപസ് ചെയ്തു. ആ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ആ ദേവിയെ കണ്ടാൽ തന്നെ ഇങ്ങനെ ജ്വലിക്കാൻ തുടങ്ങി. അഗ്നി പോലുള്ള തേജസ് ആ അമ്മയ്ക്കുണ്ടായി. പരസ്പര വൈരമുള്ള ദുഷ്ടജന്തുക്കൾ അന്യോന്യം സ്നേഹത്തോടു കൂടിയിട്ട് പെരുമാറാൻ തുടങ്ങി. സിംഹവും കടുവയൊക്കെ മാനിനോടും മുയലിനോടും കൂട്ടുകൂടാൻ തുടങ്ങി ആ പ്രദേശത്ത്. ആ ചൈതന്യത്തിൻ്റെ ശക്തി കാരണം അന്തരീക്ഷം പൊതുവെ ശാന്തമായി. മഹാത്മാക്കൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയാണ്. നമ്മൾ പണ്ട് ആചാര്യസ്വാമികൾ തുംഗഭദ്രാ നദിയുടെ തീരത്ത് കുളിക്കാൻ വന്ന സമയത്ത് ഒരു രംഗം കണ്ടു. ചുട്ടുപഴുത്തിട്ടുള്ള മണലിൽ പൊള്ളും, കാല് വെച്ചാൽ പൊള്ളും. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഗർഭിണിയായിട്ടുള്ളൊരു തവള വെള്ളത്തിൽ നിന്ന് കയറി വന്ന് മണലിൽ പെട്ടതാ.
അത് പൊള്ളിപ്പോണ്ടതാണ്. പക്ഷെ ആ പൊള്ളൽ പോകാതിരിക്കാൻ, അതിനെ പൊള്ളാണ്ടിരിക്കാൻ വെയിൽ ഒരു കത്തിജ്വലിക്കണം, വെയിലിൽ നിന്ന് ആശ്വാസം കിട്ടാൻ ഒരു സർപ്പം ഭണം വിടർത്തിയിട്ട് അതിന് കൊട പോലെ തണൽ പിടിച്ചു കൊടുക്കുന്നത് കണ്ടു. ഒരു സർപ്പം ഗർഭിണിയായിട്ടുള്ള തവളയ്ക്ക് കൊട പോലെ പിടിച്ചു കൊടുക്കണം കണ്ടു. അന്നാണ് ശിഷ്യന്മാരോട് പറഞ്ഞ് ആശ്രമം സ്ഥാപിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ശൃംഗേരി പീഠം ആചാര്യസ്വാമികൾ അവിടെ സ്ഥാപിച്ചത്. കാരണം അത്ര മഹിമയാണ് ആ സ്ഥലത്തിനെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഹിംസ്ര ജന്തുക്കൾ വൈരം വിട്ടിട്ട് ഇരിക്കുന്ന സ്ഥലം കാണുകയാണെങ്കിൽ ആ സ്ഥലത്ത് ഈശ്വര സാന്നിധ്യം വളരെ അധികമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ അങ്ങനെയൊക്കെ അതിഥിയുടെ തപസ്സുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ സ്വഭാവം മാറിപ്പോയി. സ്ത്രീയായിരുന്നിട്ടും ഇത്രയ്ക്ക് തീവ്രമായിട്ടുള്ള തപസ് ചെയ്യണ ആ അമ്മയെ കണ്ടിട്ട് ഭഗവാന് സന്തോഷമായി. ഗണപതി പ്രത്യക്ഷമായി. 10 കൈകൾ ഗജമുഖമായിട്ടാണ് അത്ര ഭഗവാൻ ആവിർഭവിച്ച് സിദ്ധി ബുദ്ധി എന്നീ പത്നിമാരോടൊപ്പം അതേ ശേഷനെ ഇടുപ്പിൽ ചുറ്റി, വയറിൽ ചുറ്റി, കയ്യിൽ വെൺമഴുവും പിടിച്ചിട്ട് ദിവ്യമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് അത്രേ ഗണപതി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കോടി സൂര്യന്മാരുടെ പ്രഭയോട് കൂടിയിട്ട് പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ അതിഥി കണ്ട് പകച്ച് ബോധം കെട്ട് ഭൂമിയിൽ വീണു. ഭഗവാന്റെ രൂപം താങ്ങാൻ സാധിച്ചില്ല. കണ്ണ് തുറന്നിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കി, ഇതെന്താ തൻ്റെ മുന്നിലുള്ളത്? എനിക്ക് ജപിക്കാനും ഓർമ്മയില്ല, ധ്യാനിക്കാനും പറ്റില്ല. ഈ മുന്നിൽ നിൽക്കുന്ന ചൈതന്യം എന്താ? ഇത് ആരാ? ഇത് മഹാദേവനാണോ അതോ വേറെ ഏതെങ്കിലും ദേവനാണോ? ഇതൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അതിഥി പരിഭ്രാന്തിയായിട്ട് നിന്നപ്പോൾ പറഞ്ഞു, ദേവി, നീ രാവും പകലും ധ്യാനിക്കണ ദേവനാണ് ഞാൻ. നിൻ്റെ ഘോരമായിട്ടുള്ള തപസ്സിൽ സന്തുഷ്ടനായിട്ട് വരം നൽകാനായിട്ട് ഞാൻ വന്നതാന്ന് പറഞ്ഞു. വിനായകൻ്റെ വാക്ക് കേട്ടിട്ട് ദേവി വീണ്ടും വീണ്ടും വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് നിർഗുണനും നിരാകാരനുമാണെന്നറിയാം. ഈ കാണുന്ന ദിവ്യരൂപം കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് സൗമ്യമായിട്ടുള്ളൊരു രൂപത്തിൽ വന്നിട്ട് ഞാൻ ചോദിക്കണ വരം എനിക്ക് തരണം. എനിക്ക് ഈ രൂപത്തിൽ അങ്ങേ നോക്കാൻ പറ്റണില്ല, എനിക്ക് പേടിയാവണമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട വരം ഇതാണ്, അങ്ങ് എൻ്റെ പുത്രനായിട്ട് ജനിക്കണം. ആ സമയത്ത് ഞാൻ അങ്ങേ പരിചരിക്കുകയും ലാളിക്കുകയും മുലപ്പാൽ തരികയും ഭക്ഷണം തരികയും ഒക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങേ രക്ഷിക്കാം. ലോകത്തിലെ ദുഷ്ടന്മാരെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ആഗ്രഹിക്കണത് എന്ന് പറഞ്ഞാൽ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ലോകസംഗ്രഹാർത്ഥം ചെയ്യണം. പട്ടേരി എഴുതിയില്ലേ, എൻ്റെ അസുഖം മാറണേ എന്നല്ലല്ലോ പറഞ്ഞത്, വിശ്വപീഡാവഹത്യൈ എന്നാണ് പറഞ്ഞത് അല്ലേ. ലോകത്തിൻ്റെ രോഗങ്ങൾ മാറ്റാനാണ് ഗുരുവായൂരപ്പ ഞാനിത് എഴുതണമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതേപോലെ ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് എൻ്റെ മകനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു, നീ ആഗ്രഹിക്കണ പോലെ ഞാൻ നിൻ്റെ മകനായിട്ട് ജനിക്കും, ലോകത്തിന് ഉപദ്രവകാരികളായവരെയൊക്കെ വധിക്കും, മാത്രമല്ല നിൻ്റെ എല്ലാ അഭിലാഷങ്ങളെയും ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ അന്തർധാനം ചെയ്തു. അതിഥി തിരിച്ച് വീട്ടിലെത്തി കശ്യപൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗണേശൻ വന്നതും വരം തന്നതും മകനായി ജനിക്കാമെന്ന് പറഞ്ഞതും എല്ലാം പറഞ്ഞു. അവർ ഭഗവാന്റെ വരവും കാത്തിട്ട് കാലം കഴിക്കാൻ തുടങ്ങി. ഭൃഗുമഹർഷി പറയുക, ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ കൊണ്ട് ഭൂമണ്ഡലം നിറഞ്ഞപ്പോൾ ഭൂമിദേവി ഒരു സ്ത്രീയുടെ രൂപം എടുത്തിട്ട് കരഞ്ഞുകൊണ്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട്, ഇപ്പോൾ യാഗവും വ്രതമൊന്നും ആരും അനുഷ്ഠിക്കുന്നില്ല, ദേവന്മാരും ഇന്ദ്രനും ഋഷിഗണങ്ങളൊക്കെ എവിടെയോ പോയിട്ട് ഒളിച്ചിരിക്കുന്നു, മറ്റൊരഭയവും കാണാത്തതുകൊണ്ട് ഞാൻ അങ്ങയുടെ അടുത്ത് വന്നതാണ്. ഈ 2 മഹാഭാവികൾ, ഒരാൾ സ്വർഗത്തിലും ഒരാൾ നരകത്തിലും പാതാളത്തിലും ഇരുന്നിട്ടും ഭൂമിയിലിരുന്നിട്ടും വലിയ ദ്രോഹത്തിനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അവിടുന്ന് ഉടനെ തന്നെ ചെയ്തില്ലെങ്കിൽ സകല ചരാചരങ്ങളും നശിച്ചു പോവും എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, ദേവന്മാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അസുരന്മാരെ കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള അവസ്ഥയിലാണ് അവർ. ഋഷിമാരുടെ അവസ്ഥയും അതിനേക്കാട്ടിലും കഷ്ടമാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് ഗണപതിയെ സ്തുതിക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് കൂട്ടപ്രാർത്ഥന നടത്താൻ തുടങ്ങി. അങ്ങനെ ഗണപതിയുടെ അനവധി കഴിവുകളെയും അദ്ദേഹത്തിൻ്റെ മഹിമകളെയൊക്കെ വാഴ്ത്തി അസുരനിഗ്രഹം ചെയ്തു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു അശരീരി കേട്ടു. വൈകാണ്ട് ഗണപതി ഭഗവാൻ കശ്യപൻ്റെ വീട്ടിൽ പുത്രനായിട്ട് ജനിക്കുന്നും ദൈത്യനിഗ്രഹം ചെയ്യുന്നും കേട്ടു. വൈകാണ്ട് ദേവി അതിഥി ഗർഭം ധരിച്ചു. 9 മാസം കഴിഞ്ഞപ്പോൾ കശ്യപൻ്റെ പുത്രനായിട്ട് ഭഗവാൻ ജനിച്ചു. 10 കൈകൾ, ദിവ്യാഭരണങ്ങളൊക്കെയുള്ള ദിവ്യരൂപമുള്ളൊരു ബാലനായിട്ടാണ് ഭഗവാൻ ജനിച്ചത്. വളരെ തേജസ്സുള്ള ആ ബാലൻ്റെ രൂപം കണ്ടിട്ട് ആ മാതാപിതാക്കന്മാർക്കൊക്കെ വലിയ സന്തോഷമായി. കണ്ണിമയ്ക്കാണ്ട് നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് ഭഗവാന്റെ സൗന്ദര്യം കണ്ടിട്ട്. അദ്ദേഹം തൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ, അവിടുന്ന് 1000 വർഷം തപസ് ചെയ്തത് ആരുടെ ജനനം കിട്ടാനാണോ ആ ജനനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ രൂപത്തിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അമ്മയുടെ മകനായിട്ട് ഞാനിതാ വന്നിരിക്കുന്നു. അമ്മ എന്നെ മകനായിട്ട് വേണമെന്ന് ആഗ്രഹിച്ചത് പൂർത്തീകരിക്കാനായിട്ടും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടും ഭൂഭാരമില്ലാണ്ടാക്കാനാണ് ഞാൻ ഈ രൂപത്തെ എടുത്തിരിക്കണമെന്ന് പറഞ്ഞു.
അത് കേട്ടപ്പോൾ കശ്യപനും അതിഥിക്കും വലിയ സന്തോഷമായി. പരമാത്മാവായിട്ടുള്ള ആ വിനായകൻ ജനിച്ചതുകൊണ്ട് നമ്മുടെ കുലം ധന്യമായി. പക്ഷേ അങ്ങയുടെ ഈ ദിവ്യരൂപം ഉപേക്ഷിച്ചിട്ട് 10 കൈകളൊന്നും പാടില്ല, അങ്ങ് സാധാരണ ഒരു മനുഷ്യക്കുട്ടിയുടെ രൂപം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട് ഭഗവാൻ തൻ്റെ ദിവ്യരൂപം ഉപേക്ഷിച്ചിട്ട് 2 കൈകളുള്ള ഒരു മനുഷ്യ ശിശുവായിട്ടൊരു പിഞ്ച് ചോരക്കുഞ്ഞായിട്ട് ആ അതിഥിയുടെ അടുത്ത് കിടന്നു. ആ ബാലൻ ഏങ്ങി കരയാൻ തുടങ്ങി പാലിന് വേണ്ടിയിട്ട്. അത് കേട്ടപ്പോൾ പ്രകൃതി മുഴുവൻ അങ്ങോട്ട് തരളിതയായി എന്നാണ് ഭഗവാന്റെ ആ കരച്ചിൽ കേട്ടിട്ട്. ഇന്ദ്രന് വരെ സന്തോഷം തോന്നി. ഗുഹകളിലിരുന്ന ഋഷിമാർ ഓംകാരം ഉച്ചരിച്ചു ഉറക്കെ. ദൈത്യന്മാർക്കാണെങ്കിൽ ഭയമാണ് അത്ര ഉണ്ടായത്. കശ്യപൻ ബ്രാഹ്മണരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് കുട്ടിയുടെ ജാതകർമാദികളൊക്കെ അനുഷ്ഠിച്ചു. അതിഥി അവനെ മുലയൂട്ടി വളർത്തി. യഥാകാലം കുട്ടിക്ക് തേനും കരിമ്പിൻ്റെ നീരും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം 11ാമത്തെ ദിവസം ആ കുട്ടിക്കൊരു പേര് കൊടുത്തു, മഹോത്കടൻ. ഗണപതി ഭഗവാന്റെ ഒരു പേരാണ് മഹോത്കടൻ എന്ന് പറയും. ആ മഹോത്കടൻ എന്നുള്ള പേര് കൊടുത്തു. വെളുത്ത പക്ഷത്തിലെ ചന്ദ്രൻ വളരുന്നത് പോലെ ആ ബാലൻ ശരീരപുഷ്ടി നേടി വളർന്നു വരാൻ തുടങ്ങി. എല്ലാവർക്കും ഉത്കണ്ഠ കൊടുക്കുന്നവനായതുകൊണ്ടാണ് ഭഗവാന് മഹോത്കടൻ എന്ന്. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അടുക്കണോ വേണ്ടയോ, സ്നേഹിക്കേണ്ട ആൾക്കാർക്ക് സ്നേഹം കൊണ്ടുള്ള ഒരു ആകർഷണം വരും, പക്ഷെ അടുക്കാൻ പറ്റില്ല, കാരണം ഭഗവാനാണ്. അതേമാതിരി തന്നെ തെറ്റ് ചെയ്യുന്നവർക്ക് ഭയത്തെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരവസ്ഥ. എല്ലാവർക്കും ഉത്കണ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത് വരെ വരണ ആകാംക്ഷയാണ് ഉത്കണ്ഠ, നല്ലതിനാണെങ്കിലും ചീത്തയ്ക്കാണെങ്കിലും. അപ്പോൾ ഈ വിധത്തിൽ മഹോത്കടൻ്റെ അവതാരത്തെ പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ബ്രേക്ക് ചെയ്യാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗണേശനാമ സങ്കീർത്തനം. ഓം ഗം ഗണപതേ നമഃ.